ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ഏറെ ബഹുമാനപ്പെട്ട നമ്മുടെ ഭദ്രാസന ഡയറക്ടർ, വളരെ സീനിയറായിട്ടുള്ള അധ്യാപകർ, ചെറിയാൻ തോമസ് സാറ്, മറ്റ് അധ്യാപകർ, എല്ലാവർക്കും കർത്തൃനാമത്തിൽ വന്ദനം. എല്ലാവരും കുറച്ചു നേരം ഇരുന്നൊക്കെ ഒന്ന് ബുദ്ധിമുട്ടായി കാണുമെന്ന് എനിക്കറിയാം. നമുക്ക് കുറച്ച് കഴിയുമ്പോൾ എഴുന്നേൽക്കുകയൊക്കെ ചെയ്യാം. പ്രത്യേകിച്ച് എനിക്ക് പ്രത്യേക ഡയറക്ഷൻ കിട്ടിയിട്ടുണ്ട്. കൂടുതൽ ചോദ്യങ്ങൾ പാടില്ല, ഞങ്ങളെ വട്ടത്തിയിരുത്തി കറക്കരുത് എന്നൊക്കെയുള്ള അറിയിപ്പുകൾ എനിക്ക് കിട്ടിയിട്ടുണ്ട്. എന്നാലും നമ്മൾ വെറുതെ ഇരുന്ന് കുറേ കാര്യങ്ങൾ കേട്ടു പോകുന്നതിനേക്കാൾ സന്തോഷം സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. വർത്തമാനം പറയുന്നതല്ലേ ഇഷ്ടം. ഓക്കെ, നമ്മളിവിടെ നിന്നുകൊണ്ട് പ്രസംഗിച്ചാലും കേട്ടിരിക്കുന്ന ഞങ്ങൾ വർത്തമാനം പറയുകയാണെങ്കിൽ അതാണല്ലോ നമുക്കൊരു സന്തോഷം. അപ്പോൾ നമുക്ക് ആ രീതിയിൽ തന്നെ മുമ്പോട്ട് പോകാമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ആദ്യമായിട്ട് നമ്മുടെ ദേവലോകം സൺഡേ സ്കൂളിൻ്റെ ഈ പ്ലാറ്റിനം ജൂബിലിക്ക് എല്ലാ ആശംസകളും നേരുന്നു. സഭയുടെ കേന്ദ്രത്തോട് ബന്ധപ്പെട്ട് നിൽക്കുന്ന സൺഡേ സ്കൂൾ എന്നുള്ള നിലയിൽ സഭയിലെ ഏറ്റവും പ്രാധാന്യമർഹിക്കുന്ന സൺഡേ സ്കൂളാണ് നമ്മുടെ ദേവലോകം സൺഡേ സ്കൂൾ. രാവിലെ സാബു സാറും പറയുണ്ടായി, വലത്തോട്ട് നോക്കിക്കഴിഞ്ഞാൽ സൺഡേ സ്കൂളിൻ്റെ കേന്ദ്ര ഓഫീസ്, ഇടത്തോട്ട് നോക്കിക്കഴിഞ്ഞാൽ സഭയുടെ കേന്ദ്ര ഓഫീസ്. അപ്പം നമ്മുടെ മലങ്കര സഭയുടെ മാതൃകാ സൺഡേ സ്കൂൾ ഏതാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ പറയേണ്ടത് ഈ ദേവലോകം സൺഡേ സ്കൂളാണെന്നാണ്. അപ്പം അഭിമാനിക്കാവുന്ന ഒരു തലത്തിലാണ് പ്രത്യേകിച്ച് ഇവിടെയുള്ളവർ നിൽക്കുന്നത്. അതിനോട് ചേർത്ത് തന്നെ കോട്ടയം സെൻട്രൽ ഭദ്രാസനം, അതിൻ്റെ പ്രത്യേകിച്ചുള്ള ഒരു അധ്യാപക മീറ്റിംഗാണ്. ആ സെൻട്രൽ ഭദ്രാസനത്തിന് ഏറ്റവും അഹങ്കരിക്കാവുന്ന ഒരു നിലയിലാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ സഭയുടെ കേന്ദ്രവുമായിട്ട് ഏറ്റവും ബന്ധപ്പെട്ടിരിക്കുന്നു, ഭാവതിരുമനിയായിട്ട് ഏറ്റവും ബന്ധപ്പെട്ടിരിക്കുന്നു. അങ്ങനെയുള്ള വളരെയധികം പ്രിവിലേജ്ഡ് ഗ്രൂപ്പാണ് കോട്ടയം സെൻട്രൽ ഭദ്രാസനവും അതിൻ്റെ സൺഡേ സ്കൂളും അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും. അപ്പോൾ ഇതൊക്കെ വെച്ചാണ് നമ്മൾ എല്ലാ ദിവസവും സൺഡേ സ്കൂളുമായിട്ട് ബന്ധപ്പെട്ട് കഴിഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ സൺഡേ സ്കൂളിന് എല്ലാം ഭംഗിയായിട്ട് തന്നെയാണ് നടക്കുന്നത്. അതിനകത്ത് വലിയ സംശയമൊന്നുമില്ല. വളരെ സീനിയറായിട്ടുള്ള അധ്യാപകരുണ്ട്. പിന്നെ ഞാൻ തീരെ യങ്ങാണെന്ന് പറയുന്നില്ല, എന്നാലും ഈ പുള്ളി വന്ന് പുതുതായിട്ട് എന്താ ഇത്ര പറയാനായിട്ടിരിക്കുന്നത് എന്നൊന്നും വിചാരിക്കേണ്ട. എപ്പോഴും നമുക്ക് ഇമ്പ്രൂവ് ചെയ്യാനായിട്ടുള്ള ദർ ഈസ് റൂം ഫോർ ഇമ്പ്രൂവ്മെൻറ്റ്, നമ്മളെപ്പോഴും പറയാറുള്ള എന്ന് മാത്രം വിചാരിച്ചാൽ മതി. അതിന് ഈ ഒരു സെഷനിൽ എന്തെങ്കിലും കൊച്ചു കൊച്ചു കാര്യങ്ങൾ കിട്ടുന്നുണ്ടെങ്കിൽ നമുക്ക് സന്തോഷിക്കാം. നിങ്ങൾക്ക് എല്ലാവരെയൊക്കെ അറിയാവുന്നവരാണോ? നമ്മുടെ ഈ ഭദ്രാസനത്തിലെ മറ്റ് സൺഡേ സ്കൂളിലെ അധ്യാപകരെയൊക്കെ അറിയാമോ? ഇല്ല. ഒന്ന് എഴുന്നേറ്റ് ഒന്ന് നോക്കി, ഒന്ന് എഴുന്നേറ്റ്, എല്ലാവരും ഒന്ന് എഴുന്നേറ്റ്. ടീച്ചറെ ക്ഷമിക്കണം കേട്ടോ. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഇപ്പോൾ ചെയ്യാൻ പോകുന്നത്, നിങ്ങൾക്ക് ഏറ്റവും അറിയാൻ മേലാത്ത അധ്യാപകരാരാണ് അവരുടെ അടുത്തോട്ട് നേരെ വിട്ടു. നമ്മൾ അധ്യാപകർ റിജിഡായിട്ടിരിക്കരുത്, നിങ്ങൾ മസിൽ പിടിച്ച് നിൽക്കരുത് കേട്ടോ. നിങ്ങളൊന്ന് ഫ്രീ ആയിക്കോ. ഞങ്ങൾ വിദ്യാർത്ഥികളാകുക എന്നുള്ള തീരുമാനത്തിൽ നിങ്ങൾക്ക് ഏറ്റവും കുറച്ച് പരിചയമുള്ള അധ്യാപകരുടെ അടുത്തേക്ക് പോവുക. ഓക്കെ, സെയിം യൂണിറ്റ് എന്നുള്ളവരടുത്തിരിക്കരുത്. പിന്നെ നിങ്ങൾക്ക് അവസരം തരാം അടുത്തിരിക്കാനായിട്ടുള്ള. വേറെ എങ്ങോട്ട് വേണേലും പൊക്കോ, വെളിയിൽ പോകരുത്. ഇനി ഇങ്ങോട്ടൊന്ന് ശ്രദ്ധിച്ചേ, ദയവായിട്ട് ഇങ്ങോട്ടൊന്ന് ശ്രദ്ധിക്കണം. ഈ ടീച്ചർമാർ രണ്ടുപേര് അവരെന്തൊക്കെയോ കാര്യമായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുക. ടീച്ചറെ, ഹലോ ടീച്ചറെ, ഒന്ന് ഇരുന്നേ. നിങ്ങൾക്ക് സംസാരിക്കാനായിട്ടുള്ള അവസരം ഞാൻ തരാൻ പോവുകയാണ്. അതുകൊണ്ട് നിങ്ങൾ പേടിക്കണ്ട, മിണ്ടാതിരിക്കാൻ ഞാൻ സമ്മതിക്കത്തില്ല. ഞാനൊരു അധ്യാപകനാണ്, എൻ്റെ ക്ലാസ്സിൽ മിണ്ടാതിരിക്കാൻ ഞാൻ പിള്ളേരെ സമ്മതിക്കത്തില്ല. സംസാരിച്ചുകൊണ്ട് തന്നെ ഇരിക്കണമെന്നുള്ളതാണ്. എന്നാലേ ക്ലാസ് ആവുള്ളൂ. പക്ഷേ ഒരു നിയമമുണ്ട്, ഞാൻ സംസാരിക്കാൻ പറയുമ്പോൾ മാത്രമേ നിങ്ങൾ സംസാരിക്കാവൂ.
ബാക്കി സമയം നിങ്ങൾ ഞാൻ പറയുന്നത് കേട്ടിരിക്കണം. എഗ്രീഡ്? ശരിയാണോ? നേരത്തെ ഇരുന്ന സ്ഥലത്ത് തന്നെയാണോ ഇരുന്നത്? മാറിയോ? അന്നേരം കൂടെ ഇരുന്ന ആളെ കൂട്ടിച്ചോണ്ട് പുതിയ സ്ഥലത്ത് പോയിരുന്നോ? അല്ല, അങ്ങനെയാണോ ചെയ്തേ? അങ്ങനെയല്ല. ഓക്കെ. നമ്മുടെ അധ്യാപകർ പലപ്പോഴും ഒരു കംഫർട്ടബിൾ സോണിലായി കഴിഞ്ഞാൽ നമ്മൾ അതിൽ നിന്ന് മാറാൻ ആഗ്രഹിക്കത്തില്ല. ആ കംഫർട്ടബിൾ അവിടെ തന്നെ ഇരിക്കും, ഒരു മാറ്റത്തിനും തയ്യാറായില്ല. നമുക്ക് എന്തൊരു കാര്യത്തെക്കുറിച്ച് അറിയില്ല എങ്കിൽ അത് നമ്മൾ പറയത്തില്ല. ഏറ്റവും നല്ലൊരു അധ്യാപകൻ്റെ ലക്ഷണം എന്താണെന്നറിയോ? ഏറ്റവും നല്ലൊരു അധ്യാപകൻ്റെ ലക്ഷണം എന്താ? പഠിക്കാനുള്ള മനസ്സ്. അത് തന്നെ. അറിയില്ല എന്നുള്ളൊരു ബോധ്യം. അറിയില്ല എന്നുള്ളൊരു ബോധ്യം നമുക്കുണ്ടായോ, നമ്മൾ നല്ല അധ്യാപകരാകും. എന്ന് വെച്ചാൽ നമ്മൾ പഠിക്കും. നമ്മൾ ഏറ്റവും നല്ല അധ്യാപകരെന്ന് പറഞ്ഞാൽ ഏറ്റവും നല്ല വിദ്യാർത്ഥി എന്നുള്ളതാണ്. ഏറ്റവും നല്ല വിദ്യാർത്ഥി. അപ്പോൾ ഇതൊക്കെ ഞാൻ പറയുമ്പോൾ ഞാൻ പറയുന്ന അവിടെ എല്ലാം നിങ്ങളെ തന്നെ പ്ലേസ് ചെയ്തോണം കേട്ടോ. നിങ്ങൾ നല്ല വിദ്യാർത്ഥിയാണോ എന്ന് അപ്പം തന്നെ നോക്കിക്കോണം. അതിൽ നമുക്ക് കുറച്ച് സമയമുള്ളൂ. ശരിക്കും പറഞ്ഞാൽ ഒരു ഫുൾ ഡേ ആണ് തരേണ്ടത്. ഫുൾ ഡേ സാറ് തന്നില്ലാത്തതുകൊണ്ടാണ് ഞങ്ങൾ പെട്ടെന്ന് കാര്യങ്ങൾ പറഞ്ഞു പോകുന്നത്. ഓക്കെ, നമ്മൾ ഇനി സംസാരിക്കാനായിട്ടുള്ള അവസരം. തൊട്ടടുത്തിരിക്കുന്നയാൾ നമ്മുടെ സെയിം യൂണിറ്റിലെ ആണോ? ആണ്. അല്ല. ഓക്കെ. അപ്പം നിങ്ങളിപ്പോൾ ചെയ്യാൻ പോകുന്നത് നിങ്ങളുടെ പേര് മാത്രം പറയുക, നിങ്ങളുടെ യൂണിറ്റ് മാത്രം പറയുക. അതിനുശേഷം നിങ്ങളുടെ സൺഡേ സ്കൂളിനെ കുറിച്ച് ഒരു നല്ല കാര്യം, നിങ്ങളുടെ സൺഡേ സ്കൂളിലെ നിങ്ങൾ അഭിമാനിക്കുന്ന ഒരു നല്ല കാര്യം അടുത്തിരിക്കുന്ന ആളോട് ഒരു മിനിറ്റ് കൊണ്ട് പറയണം. 1 മിനിറ്റുള്ളിൽ തരത്തില്ല. ഞാൻ പറഞ്ഞത് മനസ്സിലായല്ലോ? നിങ്ങളുടെ സൺഡേ സ്കൂളിനെ കുറിച്ച് നിങ്ങൾക്ക് അഭിമാനം തോന്നുന്ന ഒരു കാര്യം തൊട്ടടുത്തിരിക്കുന്ന ആളിനോട് പറയണം. എൻ്റെ അടുത്തിരിക്കുന്ന ആരാണ്? അവിടെ തന്നെയുള്ള ആളാണോ? അല്ല. ഓക്കെ. പലരെ അറിയാവുന്നതുകൊണ്ട് കുറച്ചുപേരുടെയൊക്കെ പേരറിയാം, പറഞ്ഞാലും ക്ഷമിക്കണം കേട്ടോ. ഇത് നിങ്ങൾക്ക് സംസാരിക്കാനുള്ള അവസരം. ഇത് കഴിഞ്ഞാൽ ചോദ്യമാണ്. ടീച്ചറെ ക്ഷമിക്കണം. മുമ്പേ 1 മിനിറ്റ് ആയിരുന്നു, 2 മിനിറ്റ്. സർമരെ നിങ്ങളും പറയണേ കേട്ടോ. എല്ലാവരും പറയണം. ഓക്കെ. രാവിലെ നമ്മുടെ ജോബച്ചൻ്റെ നല്ലൊരു ക്ലാസ് ആയിരുന്നു അല്ലേ? നല്ലൊരു ക്ലാസ് ആയിരുന്നു. അച്ഛൻ അവിടെ വെച്ച് ഒരു കാര്യം പറഞ്ഞു, പ്രൊക്ലെയിം ചെയ്യുക. പ്രൊക്ലമേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ വിളിച്ച് പറയണമെന്നുള്ളതാണ്. നമ്മുടെ സൺഡേ സ്കൂളിനെ കുറിച്ച് നല്ല കാര്യങ്ങൾ വിളിച്ചു പറയാനുള്ള ഒരു അവസരമായത്, നന്മ പറയാനായിട്ട്. പലപ്പോഴും നീ ഇവിടെ ഒന്ന് ശ്രദ്ധിച്ചേ, സംസാരിക്കാൻ അവസരം കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ നിർത്തുന്ന പ്രശ്നമില്ല. സൺഡേ സ്കൂളിൽ കഴിഞ്ഞ 1 മാസത്തിനകത്ത് മറ്റ് ഭദ്രാസനങ്ങളിൽ സെഷൻ എടുക്കാൻ പോയപ്പോഴത്തേക്ക് അയ്യോ, ടീച്ചർമാർക്ക് ഒരു അവസരം കൊടുത്തു കഴിഞ്ഞപ്പോഴത്തേക്ക് അവർ സൺഡേ സ്കൂളിൽ ഇനി നടക്കത്തില്ല എന്നുള്ള കാര്യം പറഞ്ഞല്ലോ. ഇപ്പം നമ്മുടെ ഈ മീറ്റു അതിൻ്റെ ഭാഗമായിട്ട് നടിമാരെല്ലാം ഇറങ്ങി വരുന്നെന്ന് പറഞ്ഞ പോലെയാണ്. സിനിമ വ്യവസായം പൂട്ടണം എന്ന് പറഞ്ഞ പോലെ സൺഡേ സ്കൂൾ ഇനി നടക്കാൻ പോകുന്നില്ല എന്നുള്ള രീതിയിലാണ്. അവിടെ കുട്ടികൾക്ക് താല്പര്യമില്ല, അത് മാതാപിതാക്കൾക്ക് താല്പര്യമില്ല. സൺഡേ സ്കൂൾ പഠിച്ചാൽ എന്താണ് പ്രയോജനം? ഇടവകക്കാർ സഹകരിക്കുന്നില്ല, അച്ഛൻ സൺഡേ സ്കൂളിൽ വരുന്നില്ല. ഓക്കെ, ഞങ്ങൾക്ക് സൺഡേ സ്കൂളിൽ പഠിപ്പിക്കാനായിട്ട് ഹോളില്ല, തുടങ്ങി പ്രശ്നങ്ങളുടെ ഒരു കൂമ്പരം. അപ്പോൾ ഇതെല്ലാം കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്ക് എന്നാൽ പിന്നെ സൺഡേ സ്കൂൾ വേണോ? ഇതെല്ലാം കൂടെ സോൾവ് ചെയ്തിട്ട് നമുക്ക് സൺഡേ സ്കൂളിൽ ചെയ്യാൻ പറ്റുമോ? പറ്റത്തില്ല. ഈ പ്രശ്നങ്ങളെല്ലാം പരിഹരിച്ചിട്ട് നമുക്കൊരു സൺഡേ സ്കൂൾ തുടങ്ങിയേക്കാമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ നടക്കാൻ പോകുന്നില്ല. അപ്പോൾ നമുക്ക് ഈ പ്രശ്നങ്ങളെ എല്ലാം അവിടെ ഇരുത്തിക്കൊണ്ട് തന്നെ ഇതിനെയൊക്കെ നമുക്കൊരു സാധ്യതകളാക്കി മാറ്റി എങ്ങനെ പോകാം എന്നുള്ള ഒരു ചർച്ചകളാണ്, ഒരു വർക്ക്ഷോപ്പാണ് ഞങ്ങൾ നടത്തിയത്. ഈ വർക്ക്ഷോപ്പിൻ്റെ പ്രത്യേകത എന്താണെന്നറിയോ? വർക്ക്ഷോപ്പ് എന്ന് പറഞ്ഞാൽ പുതിയ സാധനങ്ങൾ ഉണ്ടാക്കും അല്ലേ, അല്ലെങ്കിൽ റിപ്പയർ ചെയ്തൊക്കെ എടുക്കും. അതാ വർക്ക്ഷോപ്പ്. ശില്പശാല എന്ന് പറയുന്നത്. ഇത് സെമിനാർ അല്ല കേട്ടോ. സെമിനാറാണെങ്കിൽ നിങ്ങളെ ആരും മിണ്ടാൻ സമ്മതിക്കത്തില്ല, നമ്മൾ തന്നെ പ്രസംഗിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ ഇതൊരു ശില്പശാലയാണ്. നല്ല നല്ല കാര്യങ്ങൾ നിങ്ങളുടെ ഭാഗത്തു നിന്ന് ഇങ്ങോട്ട് വരണം. അതെല്ലാവർക്കും പ്രയോജനപ്പെടുന്ന രീതിയിൽ നമുക്ക് ഉണ്ടാവും. അപ്പോൾ ഇപ്പോൾ നിങ്ങളുടെ സൺഡേ സ്കൂളിനെ കുറിച്ച് പറഞ്ഞ ഒരു നല്ല കാര്യം എന്താണെന്ന് ടീച്ചർ പറഞ്ഞത് എന്താണെന്ന് പറയും. ഒന്നും പറഞ്ഞില്ല കണ്ടോ, ഞാൻ പറയാൻ പറഞ്ഞപ്പോഴത്തേക്കും. പിന്നെ എങ്ങനെയാ നമ്മുടെ പിള്ളേർ നന്നാവുന്നത്? ഓക്കെ, ആ ടീച്ചർ പറഞ്ഞ നല്ല കാര്യം പറഞ്ഞു.
ഹലോ, നിങ്ങളുടെ സൺഡേ സ്കൂളിനെ കുറിച്ച് അഭിമാനമുള്ള ഒരു കാര്യം പറയാനാണ് ഞാൻ പറഞ്ഞത്, അല്ലേ? ശരിയല്ലേ? പറയൂ, ചുരുക്കി പറയാം. കുട്ടികളെ നല്ല രീതിയിൽ എഴുന്നേറ്റു. ടീച്ചർ ഒന്ന് പറഞ്ഞു, ടീച്ചറിന്റെ പേരൊക്കെ ഒന്ന് പറഞ്ഞേ. ഞാൻ നട്ടാശ്ശേരി സെന്റ് തോമസ് ചർച്ചിലെ സൺഡേ സ്കൂൾ അധ്യാപികയാണ്. ഈ ടീച്ചർ സുജ ടീച്ചർ താഴ്ത്തങ്ങാടി. അപ്പോൾ ടീച്ചർ പറഞ്ഞത് കുട്ടികളെയൊക്കെ നല്ല രീതിയിൽ വളർത്തി ഇപ്പം എന്താണ് ലഹരി അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കൂടുതലായിട്ടുണ്ട്. കൂടുതൽ അറിവ് കാര്യങ്ങൾ പറഞ്ഞു കൊടുത്ത് നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് അധ്യാപകരൊരു പങ്ക് വഹിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. നട്ടാശ്ശേരി പള്ളിയിലെ ഒക്കെ ഇവിടെ ഇരിപ്പുണ്ട്. അപ്പം എതിർക്കുന്നില്ലല്ലോ. നട്ടാശ്ശേരി പള്ളിയെ സംബന്ധിച്ചിടത്തോളം ഒരു ബ്ലസ്ഡ് സൺഡേ സ്കൂളാണ്. കാരണം ചെറിയാൻ സാറ് സൂസൻ ടീച്ചറിൻ്റെ ഒക്കെ നേതൃത്വത്തിലാണ് സഭയുടെ തലപ്പത്ത് തന്നെ നിൽക്കുന്ന ആൾക്കാർ ഞങ്ങളുടെ സൺഡേ സ്കൂളിൽ ഉള്ളതുകൊണ്ട് ഞങ്ങൾ ഒത്തിരി ബ്ലസ്ഡ് ആണ്. എന്നും പുതിയ പുതിയ അറിവുകളും കാര്യങ്ങളും സാറ് ഞങ്ങൾ ഡെയിലി പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് അധ്യാപകരായി ഞങ്ങളും അത് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഏറ്റവും കൂടുതൽ അഭിമാനം ഇവരൊക്കെ ഉള്ളതാണോ അതോ എല്ലാം നിങ്ങൾക്ക് അഭിമാനം? ഓക്കെ, അപ്പോൾ നമുക്ക് ഒരു കാര്യമുണ്ട്. ഇപ്പം മനസ്സിലായല്ലോ, വെറുതെ ഇരിക്കാനായിട്ട് ഞാൻ സമ്മതിക്കത്തില്ല. അപ്പം നമ്മൾ എന്തെങ്കിലുമൊക്കെ കൊച്ചു കൊച്ചു കാര്യങ്ങൾ ചർച്ച ചെയ്യാൻ പറഞ്ഞാൽ പോസിറ്റീവായിട്ട് തന്നെ അതിനെ എടുത്ത് ചർച്ച ചെയ്യണം. ഓക്കെ. എൻ്റെ പേര് ബേബി ജോണ്. ഞാൻ ഏരിയ കത്തീഡ്രലിൽ നിന്ന് വരുന്നു. ശരിക്കും ഞാൻ അവിടെ അനുസണ്ണി എന്നാണ് അറിയപ്പെടുന്നത്. ഒഫീഷ്യൽ നെയിമാണ് ബേബി ജോൺ. ഞങ്ങളുടെ സൺഡേ സ്കൂളിനെ കുറിച്ച് നമ്മൾ പല അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടെങ്കിലും അതെല്ലാം ഞങ്ങൾ ഒത്തൊരുമിച്ചുകൊണ്ട് അതിൻ്റെ കാര്യങ്ങളൊക്കെ പരസ്പരം മനസ്സിലാക്കി അത് സോൾവ് ചെയ്യാനായിട്ടും പരസ്പരം ഒരു കൂട്ടായ്മയുടെ അനുഭവം. അതുപോലെ ഞങ്ങളുടെ പള്ളിയിൽ നിന്നുള്ള ഞങ്ങൾക്ക് എല്ലാ സഹായങ്ങളും കിട്ടുന്നുണ്ട്. ഞങ്ങളുടെ അധ്യാപകരാണേലും ഞങ്ങളുടെ ആധ്യാത്മിക സംഘടനകളാണേലും ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ കൂടുതലായിട്ട് അവർക്ക് കെയർ കൊടുക്കാനായിട്ടുള്ള ഒരു സാഹചര്യങ്ങളൊക്കെ ഞങ്ങൾക്ക് തരുന്നുണ്ട്. അതുപോലെ പിന്നെ ഞങ്ങൾ എല്ലാ ഒരു നല്ല കയ്യടി കൊടുക്കാം. കാരണം നമുക്ക് ഈ രണ്ട് ടീച്ചർമാർക്കും ഇവർ വളരെയധികം അഭിമാനിക്കുന്ന കാര്യങ്ങളാണ് പറയുന്നത്. പ്രത്യേകിച്ച് പ്രശ്നങ്ങളൊന്നുമില്ല. അത് തന്നെ വലിയൊരു നല്ല കാര്യമാണ്. സൺഡേ സ്കൂൾ അധ്യാപകരെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെയുള്ളൊരു സപ്പോർട്ട് കിട്ടുക എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നല്ല രീതിയിൽ അതിനെ കൊണ്ടുപോകാനായിട്ട് സാധിക്കും. ഒറ്റയാളൂടെ എല്ലാവരും താഴ്ത്തങ്ങാടി ഞങ്ങൾ മാറാനായിട്ട് ആഗ്രഹിച്ചില്ല. ഓക്കെ, എന്നാലും നിങ്ങളുടെ സൺഡേ സ്കൂളിനെ കുറിച്ച് ഒരു നല്ല കാര്യം എന്ന് പറയും. താഴ്ത്തങ്ങാടിലെ ആണല്ലേ മുമ്പേ പറഞ്ഞത്? ഓക്കെ, എന്നാലും ഒറ്റ കാര്യം. നിങ്ങളുടെ സൺഡേ സ്കൂളിൽ നിന്നാണ് ഞങ്ങൾ 3 പേരും. ഞങ്ങൾ അന്യോന്യം സംസാരിച്ച വിഷയം, ഞങ്ങൾ ടീച്ചേഴ്സ് എല്ലാവരും വളരെ ആത്മാർത്ഥയോടെ സൺഡേ സ്കൂളിന് വേണ്ടി പ്രവർത്തിക്കുന്ന ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള അധ്യാപകരാണ്. അതിൻ്റേതായ ഒരു സന്തോഷവും അതിൻ്റേതായ ഒരു ഗുണവും ഞങ്ങളുടെ സൺഡേ സ്കൂളിനുണ്ട്. കുട്ടികളനുസരിച്ച് നിൽക്കുന്നുണ്ട്. ഇപ്രാവശ്യം 11, 12 ഞങ്ങൾക്ക് നല്ലൊരു വിദ്യാർത്ഥി സമൂഹം പരീക്ഷ എഴുതുന്നുണ്ട്. അത് ഞങ്ങൾ അഭിമാനിക്കുന്നു. ഓക്കെ, താങ്ക് യു സാറേ. താഴ്ത്തങ്ങാടിയിൽ പ്രത്യേകിച്ച് എനിക്ക് കുറച്ചുകൂടെ ഒന്ന് മുമ്പോട്ട് പോകാം. ഇനി ഒരു കാര്യം നിങ്ങൾ സംസാരിക്കാൻ പോകുന്നത്, നിങ്ങൾ സൺഡേ സ്കൂളിൽ വേണമെന്ന് ഏറ്റവും തീവ്രമായിട്ട് ആഗ്രഹിക്കുന്ന ഒരു കാര്യം ഇതുവരെ ഇല്ല. അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? അതായത് നമ്മുടെ സൺഡേ സ്കൂളിൽ ഇന്നതൂടെ ഉണ്ടായിരുന്നു എങ്കിൽ ഏറെ നന്നായിരുന്നു എന്ന് മനസ്സുകൊണ്ട് ഒരു ടീച്ചർ എന്നുള്ള നിലയിൽ എന്തെങ്കിലും ആഗ്രഹിക്കുന്നുണ്ടോ? അടുത്തിരിക്കുന്ന ആളോട് പറഞ്ഞാൽ മതി. അടുത്തിരിക്കുന്ന ആളോടെ ഞാൻ ചോദിക്കുള്ളൂ. 1 മിനിറ്റേ ഉള്ളൂ, ഒറ്റ മിനിറ്റ്. അപ്പം നമുക്ക് സംസാരം നിർത്താം. ആർക്കെങ്കിലും 5 സെക്കൻഡൂടെ വേണോ? ടീച്ചറെ 5 സെക്കൻഡൂടെ വേണോ? വേണേ തരും. ടീച്ചറെ 5 സെക്കൻഡൂടെ വേണോ? വേണ്ട. ഓക്കെ, അപ്പോൾ ഇങ്ങോട്ട് ഒന്ന് ശ്രദ്ധിച്ച്. ചിലർ വിചാരിക്കുന്നുണ്ടാവും നമുക്ക് കൂടിയ ആഗ്രഹങ്ങളൊന്നുമില്ല, ഇങ്ങനെയൊക്കെ തന്നെ അങ്ങ് പോയാൽ മതി, ഇങ്ങനെയൊക്കെ തന്നെ അങ്ങ് പോയാൽ മതിയെന്ന് വിചാരിക്കുന്നവർ ഒന്നും പറയുന്നില്ലെങ്കിലും കുഴപ്പമില്ല. ഇനി അതല്ല, എൻ്റെ സൺഡേ സ്കൂളിന് കുറച്ചുകൂടെ നന്മകൾ ആവശ്യമാണ്, കുറച്ചുകൂടെ ഡെവലപ്മെൻ്റ് ആവശ്യമാണ്, കുറേ കാലഘട്ടത്തിനനുസരിച്ച് മാറ്റങ്ങൾ ആവശ്യമാണ് എന്നൊക്കെ നമുക്ക് തോന്നുന്നുണ്ടെങ്കിൽ കൂടുതൽ ആഗ്രഹിക്കും. നമ്മൾ അധ്യാപകരൊരു കാര്യം ഓർക്കണം, നമ്മളായിരിക്കുന്ന ഈ ഒരു കാലഘട്ടം വല്ലാത്ത കാലഘട്ടമാണ്. ഓക്കെ, ഇപ്പോൾ എൻ്റെ ഒരു പ്രായത്തിലും ചിലപ്പോൾ അതിനേക്കാൾ കൂടിയവരൊക്കെ ഉണ്ട്. നമ്മളൊരു ബ്ലസ്ഡ് ലോട്ടാണ്. കമ്പ്യൂട്ടർ ഇല്ലാത്ത കാലത്ത് നമ്മൾ പഠിച്ചു, അല്ലേ? നമ്മൾ പഠിച്ച് പഠനമൊക്കെ കഴിഞ്ഞ് ജോലിയൊക്കെ ആയപ്പോഴായി കമ്പ്യൂട്ടറൊക്കെ വന്നതും. അന്ന് നമ്മൾ സെൽഫ് ഇൻട്രസ്റ്റ് എടുത്ത് കമ്പ്യൂട്ടറൊക്കെ പഠിച്ച് മനസ്സിലാക്കി. ഇപ്പോൾ അതൊക്കെ വന്ന് നിർമ്മിത ബുദ്ധിയിലേക്ക് വന്നിരിക്കുക, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്.
ഇപ്പം ഞാനൊരു കോളേജിൽ പഠിപ്പിക്കുന്ന അധ്യാപകനാണ്. ഞങ്ങൾ കുട്ടികൾക്ക് അസൈൻമെൻറ്റ് കൊടുത്തു കഴിഞ്ഞാൽ പണ്ടൊക്കെ ഒരു അസൈൻമെൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് വലിയ തലവേദനയായിരുന്നു, ഭയങ്കര പ്രശ്നം. അപ്പോൾ അവരത് നോക്കി ഗൂഗിളിലൊക്കെ ചെയ്തുകൊണ്ടിരുന്നത്. ഇപ്പോൾ അസൈൻമെൻറ്റ് കൊടുത്തു കഴിഞ്ഞാൽ ഒന്നോ ഇതൊക്കെ എന്ത് സാറിന് എത്ര അസൈൻമെൻറ്റ് വേണം, ജസ്റ്റ് അങ്ങോട്ട് എയിലോട്ട് ഇട്ട് കൊടുത്താൽ മതി, അവർ ടൈപ്പ് ചെയ്ത് പ്രിപ്പയർ വേണമെന്ന് പറഞ്ഞ് അടിച്ചു കഴിഞ്ഞാൽ സൂപ്പർ അസൈൻമെൻറ്റ് വരും. പിന്നെ ഞങ്ങൾ ചെയ്യാറുള്ളത് ഈ അസൈൻമെൻറ്റ് വെച്ച് ഇവർക്ക് നമ്മളൊരു വൈവ പോലെ കണ്ടക്ട് ചെയ്യുക. കാരണം ഇവൻ AI തരുന്ന കാര്യം ഇവൻ വല്ലതും അറിയണ്ടേ. അപ്പോൾ അവരോട് ചോദ്യങ്ങൾ ചോദിക്കുക. അതാണ് ഇന്നത്തെ കാലഘട്ടം. ഇത് നമ്മുടെ സൺഡേ സ്കൂളിൽ പഠിക്കുന്ന കുട്ടികളും അവരുടെ സെക്യുലർ ക്ലാസ്സിൽ അല്ലെങ്കിൽ അവർ വീട്ടിൽ ഗൂഗിളോ അല്ലെങ്കിൽ കമ്പ്യൂട്ടർ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അവർക്ക് നോളജിന് ഒരു പഞ്ഞവുമില്ല. ജസ്റ്റ് ദ ക്ലിക്ക് ഓഫ് നിങ്ങളുടെ ഒരു ഫിംഗർ ടിപ്പിലാണ് നോളജ് മുഴുവൻ ഇരിക്കുന്നത്. അങ്ങനെയുള്ള കുട്ടികളാണ് നമ്മുടെ മുമ്പിലുള്ളത്. ഈ ബൈബിൾ സ്റ്റോറീസും നമ്മൾ ഈ കാണിക്കുന്ന സർവ്വ സാധനങ്ങളും അവർക്ക് ഒരു നിമിഷം കൊണ്ട് അവർക്ക് വായിച്ച് മനസ്സിലാക്കാം. അപ്പം അങ്ങനെയുള്ള കുട്ടികൾ നമ്മളിരിക്കുമ്പോൾ നമ്മൾ അതിനനുസരിച്ച് വളരുകയും മാറ്റങ്ങൾക്ക് നമ്മൾ തന്നെ വിട്ടുകൊടുക്കുകയും ചെയ്തില്ല എങ്കിൽ കംപ്ലീറ്റ് അവർക്ക് എൻജോയ് ചെയ്യാൻ പറ്റത്തില്ല, വരില്ല. ബോറെന്ന് തന്നെ അവർ പച്ചയ്ക്ക് പറയും. ഓക്കെ, എനിവേ അതിരിക്കട്ടെ. അപ്പോൾ ഇതൊക്കെ വെച്ചോണ്ടാണ് ഞാൻ നിങ്ങളോട് ചോദിച്ചത്, നമ്മുടെ സൺഡേ സ്കൂള് എങ്ങനെയാവണം എന്ന് നിങ്ങൾക്കൊരാഗ്രഹമുണ്ടോ? നമുക്ക് 1-2 പേരിൽ നിന്നൊന്ന് കേൾക്കാം. എവിടെയാ മൈക്ക്? നമ്മൾ പറഞ്ഞപ്പോൾ തന്നെ ഈ ടീച്ചർ പറയാൻ തുടങ്ങിയായിരുന്നു. അതുകൊണ്ട് ഈ ടീച്ചർ പറഞ്ഞത് എന്താണെന്ന് ടീച്ചർ പറഞ്ഞാൽ മതി. പരിചയപ്പെടുത്തണം. ടീച്ചറിന്റെ പേര് അശ്വതി എന്നാണ്. സ്വന്തം പേരും? എൻ്റെ പേര് ആൻമരിയ. ഞാൻ എബനേസർ ഓർത്തഡോക്സ് പള്ളിയിൽ നിന്ന് വരുന്നു. മിസ് താഴ്ത്തങ്ങാടി പള്ളിയിൽ നിന്നാണ്. മിസ്സിൻ്റെ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആഗ്രഹം എന്ന് പറഞ്ഞാൽ മറ്റ് സ്കൂളുകളിൽ പോലെ തന്നെ സൺഡേ സ്കൂൾ പാഠങ്ങളും ഇംഗ്ലീഷ് കുറച്ചുകൂടെ എടുത്തു കൊടുക്കണം. അല്ലെ പിള്ളേർക്ക് ഇംഗ്ലീഷിൽ ക്വസ്റ്റ്യൻ വരുമ്പോഴത്തേന് മലയാളം ഇരുന്ന് തമ്മിലുള്ള ബുദ്ധിമുട്ട് വരുന്നു. അത് മുന്നോട്ട് പോകുമ്പോൾ കുട്ടികൾക്ക് ബാധ്യതയാകുന്നു. അത് കുറച്ചുകൂടെ ഇതായിട്ട് വരണം. ഓക്കെ, എനിക്ക് തോന്നുന്നു ഒരുപക്ഷെ ഈ കോട്ടയത്തുള്ള പല സൺഡേ സ്കൂളുകളും ഫേസ് ചെയ്യുന്ന ഒരു പ്രോബ്ലം ആയിരിക്കാം അല്ലേ? എഴുതാനൊക്കെ അറിയാവുന്നവരുണ്ടോ കുട്ടികൾ ക്ലാസ്സിൽ? ഇംഗ്ലീഷിലാണ് ക്വസ്റ്റ്യൻസ് വന്നത് 30 ക്വസ്റ്റ്യൻ. അപ്പോൾ ഒരു മാസം സമയം ഉണ്ടായതുകൊണ്ട് എനിക്ക് പഠിപ്പിക്കാൻ പറ്റി. മോൻ അതേസമയം സഭയുടെ UP സ്കൂളിലേക്ക് ഇൻ്റർവ്യൂവിന് വന്നപ്പോഴത്തേന് ബൈബിളിൽ ഇംഗ്ലീഷിൽ ആ ക്വസ്റ്റ്യൻസ് ഒന്നും അറിയത്തില്ലായിരുന്നു. സമയമായപ്പോഴാണ് ഇംഗ്ലീഷ്. അപ്പോൾ അതിനെ ഫേസ് ചെയ്യാൻ അവനൊരു ബുദ്ധിമുട്ട് തോന്നുന്നു. അതാ നമ്മൾ അടിസ്ഥാനപരമായിട്ട് ഇംഗ്ലീഷിൽ അതിനെക്കുറിച്ച് പഠിപ്പിക്കുകയാണെങ്കിൽ പിള്ളേർക്ക് കുറച്ചുകൂടെ ഈസി ആയിട്ട് പറയാൻ പറ്റും. അതായത് കുട്ടികൾക്ക് മനസ്സിലാകുന്ന ഭാഷ നമ്മൾ ഉപയോഗിക്കണം. സമയത്തിൻ്റെ ഒരു ബുദ്ധിമുട്ടും ഉണ്ട്. മനഃപ്പാഠം എന്നുള്ളത് മാത്രമല്ല ഓരോ ലെസണിലെയും, അല്ലാതെ ജീവിതയാത്രയിൽ അവർക്കത് താങ്ങും പകലുമാകത്തക്ക രീതിയിൽ കുറച്ചും കൂടെ വചനം കുറച്ചും കൂടെ ചേർത്ത് വെച്ച് പഠിക്കാൻ എന്തെങ്കിലും ഒരു സാഹചര്യം ഉണ്ടാകണമെന്ന് നമ്മൾ സംസാരിക്കും. ഇപ്പം നമ്മുടെ സൺഡേ സ്കൂളിൻ്റെ ക്ലാസ്സുകളിലെല്ലാം ബൈബിൾ സ്റ്റഡീസ് ധാരാളം ഉണ്ട്. ബൈബിൾ വിട്ടിട്ടുള്ള ഒരു കളിയില്ല. പക്ഷേ അത് കുറച്ചുകൂടെ ആവശ്യമാണെന്നാണ്, ഉണ്ടെങ്കിൽ നന്നായിരുന്നു എന്നാണ് തോന്നുന്നത്. ഞങ്ങൾ രണ്ടുപേരും സംസാരിച്ചത് കോമൺ ആയിട്ടുള്ള കാര്യങ്ങളാണ് ഞങ്ങൾക്ക് തോന്നിയത്. കുട്ടികൾക്ക് കൂടുതൽ ആക്ടിവിറ്റീസ് ചെയ്യാൻ വേണ്ടി നമ്മൾ പ്രേരിപ്പിക്കണം. അല്ലെങ്കിൽ നമ്മൾ തന്നെ ഈ ജനറൽ സെഷൻസിന് അധ്യാപകർ തന്നെ ക്ലാസ്സും ക്വിസും ഇതെല്ലാം കണ്ടക്ട് ചെയ്യാണ്ട് പിള്ളേരെ മുമ്പോട്ട് കൊണ്ടുവരണം. ഇതെല്ലാം ചെയ്യാൻ അവർ തയ്യാറെടുത്ത് അവർ ചെയ്യണം. എല്ലാം പിള്ളേരെ കൊണ്ട് അല്ലെങ്കിൽ ഒരു സീനിയർ പിള്ളേരെ കൊണ്ട് എല്ലാം ചെയ്യിപ്പിക്കണം. അവർ തന്നെ പ്രിപ്പയർ ചെയ്ത് അവർ തന്നെ പ്ലാൻ ചെയ്ത് ഓരോ കാര്യങ്ങൾ ക്രിയാത്മകമായി ചെയ്യിപ്പിക്കണം എന്നുള്ളൊരു ഈ ആഗ്രഹം എപ്പോഴെങ്കിലും സൺഡേ സ്കൂളിൽ നിങ്ങളുടെ ഹെഡ് മാസ്റ്ററോട് പറഞ്ഞിട്ടുണ്ടോ? അമ്മ ഹെഡ് മാസ്റ്ററാണെന്ന് എനിക്കറിയാം, അതുകൊണ്ട് തന്നെയല്ലേ ചോദിച്ചേ. എന്ന് പറഞ്ഞാൽ നമ്മുടെ മനസ്സിലൊരാഗ്രഹം ഉണ്ടെങ്കിൽ വീട്ടിൽ പേരൻസിനോട് പറയത്തില്ലേ? സൺഡേ സ്കൂളിൽ ഒരു ആഗ്രഹം ഉണ്ടെങ്കിൽ സ്റ്റാഫ് കൗൺസിൽ മീറ്റിങ്ങിൽ പറഞ്ഞിട്ടുണ്ടോ ഇങ്ങനെ ഒരു കാര്യം? പറഞ്ഞിട്ടുണ്ട്. വീട്ടിലല്ല പറയണ്ടേ, കൗൺസിൽ മീറ്റിങ്ങിൽ പറയണം. ഓക്കെ, കൗൺസിൽ മീറ്റിങ്ങിൽ പറഞ്ഞിട്ട് നിങ്ങൾ അതിനുള്ള ക്രമീകരണങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ അത് നടക്കണം. നമുക്കൊരു കുറച്ച് യങ്സ്റ്റേഴ്സ് ഒരാളുടെ കൂടെ കേൾക്കാം. ലിറ്റിന്നാണ് ഞാൻ. മാറയിലെ കത്തീഡ്രലിൽ നിന്നാണ്. ടീച്ചറും ഞാൻ 3ാം ക്ലാസ്സിലാണ് പഠിപ്പിക്കുന്നത്. അപ്പം ഞങ്ങളിങ്ങനെ പറയായിരുന്നു, നിങ്ങൾ സെയിം സൺഡേ സ്കൂളാണ്? അല്ലല്ല,
എൻ്റെ സൺഡേ സ്കൂളാണ്, പക്ഷെ ഞങ്ങൾ സെയിം ക്ലാസ്സാണ് പഠിപ്പിക്കുന്നത്. അപ്പോൾ ഞങ്ങളിങ്ങനെ സംസാരിച്ച കൂട്ടത്തിൽ പറയായിരുന്നു, വാക്യങ്ങൾ പഠിക്കുന്ന കാര്യം തന്നെയാണ് പറഞ്ഞത്. കാരണം നമ്മുടെ പുസ്തകത്തിൽ മനപ്പാഠവാക്യം അല്ലെങ്കിൽ ഒരാഴ്ച വീട്ടിൽ വായിക്കാനുള്ള വേദഭാഗം മാത്രമേ കൊടുത്തിട്ടുള്ളൂ. നമ്മുടെ കുട്ടികൾ മറ്റ് സഭയിലെ കുട്ടികളുമായിട്ട് ഇരിക്കുമ്പോഴൊക്കെ ആ പിള്ളേരൊക്കെ സ്വയം പ്രാർത്ഥിക്കുന്നവരുണ്ട്. കൊച്ചു പ്രായത്തിൽ തന്നെ വാക്യങ്ങൾ കാണാതെ പറയുന്ന കുട്ടികൾ വരെ കാണും. പക്ഷേ എല്ലാവരും അടച്ചു പറയല്ല, നമ്മുടെ കുട്ടികൾ കുറച്ചുകൂടെ ലാഗ് ചെയ്യുന്നില്ലേ ആ ഒരു കാര്യത്തിൽ എന്നുള്ളൊരു ചിന്ത ഉണ്ടാവേണ്ടത് നല്ലതാണ്. കാരണം ഞാനത് ഫേസ് ചെയ്തിട്ടുണ്ട്. കുറേയധികം വാക്യങ്ങൾ നമുക്ക് കാണാതെ പഠിച്ചു പറയുക എന്നല്ല, നമുക്കത് ഉൾക്കൊള്ളാനായിട്ട് വേദപുസ്തകം ഇതാണ് ഇങ്ങനെയാണെന്നുള്ളത് അങ്ങനെ എന്തെങ്കിലും ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ആദ്യം ടീച്ചർ പറഞ്ഞതുപോലെ തന്നെ, അതായത് വചനത്തിന് പ്രാധാന്യം കുറച്ചുകൂടെ ഉണ്ടാവണം എൻ്റെ സൺഡേ സ്കൂളിലെ വിദ്യാർത്ഥികൾക്ക് എന്നുള്ള ഒരു സ്വപ്നം. നിങ്ങൾ സ്വപ്നങ്ങളാണ് ഇവിടെ ഷെയർ ചെയ്തതെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. എനിവേ, അത് നമ്മുടെ സൺഡേ സ്കൂള് നന്നാക്കണം എന്നുള്ള ഒരു ബോധ്യം നമ്മുടെ അധ്യാപകരുടെ മനസ്സിലുണ്ടാവണം. അത്രേ ഞാൻ ഉദ്ദേശിച്ചുള്ളൂ. ഇന്ന് പോകുന്ന രീതിയിൽ തന്നെ പോയാൽ മതിയോ എന്നുള്ള ഒരു ചിന്തകൾ എപ്പോഴും നമ്മളെ ഡിസ്റ്റർബ് ചെയ്തുകൊണ്ടിരിക്കണം. സൺഡേ സ്കൂളിൽ മാറ്റങ്ങൾ ഉണ്ടാവണം എന്ന് നമ്മൾ ആഗ്രഹിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ എങ്ങനെയാണ് ആ മാറ്റങ്ങൾ കൊണ്ടുവരാൻ സാധിക്കുന്നത് നമ്മൾ തന്നെ ആലോചിക്കും. അപ്പോൾ അതിനുവേണ്ടി കൗൺസിൽ മീറ്റിങ്ങിൽ പ്രസൻറ്റ് ചെയ്യുകയാണെങ്കിൽ കൗൺസിൽ മീറ്റിങ്ങിൽ യൂണിറ്റ് തലത്തിൽ സോൾവ് ചെയ്യാവുന്ന പ്രോബ്ലംസ് ആണെങ്കിൽ അല്ലെങ്കിൽ അച്ചീവ് ചെയ്യാവുന്ന കാര്യങ്ങളാണെങ്കിൽ അവിടെ തന്നെ അച്ചീവ് ചെയ്യാനായിട്ട് നമുക്ക് സാധിക്കണം. ഈവൻ ഒരു സ്ട്രക്ചറിൽ മാറ്റങ്ങൾ ഉണ്ടാക്കാനായിട്ടാണെങ്കിൽ അതൊക്കെ ഉണ്ടാക്കാം. ടീച്ചിങ് മെത്തഡോളജി ഇങ്ങനെ പോയാൽ ശരിയാവില്ല. നമുക്ക് വ്യത്യസ്തമായ മെത്തഡോളജികൾ വേണം, അതിനു വേണ്ട ട്രെയിനിങ് വേണം. ഇതൊക്കെ വേണമെന്നുണ്ടെങ്കിൽ അതൊക്കെ പ്രസൻറ്റ് ചെയ്യുക. അങ്ങനെ ഒന്ന് വിഷ്വലൈസ് ചെയ്യണം. അതായത് നമ്മുടെ മുമ്പിൽ സൺഡേ സ്കൂളിനെ കുറിച്ചുള്ള ചില സ്വപ്നങ്ങൾ ഉണ്ടാവണം. എൻ്റെ സൺഡേ സ്കൂൾ കുറച്ചുകൂടെ നന്നാവണം, എങ്ങനെ നന്നാവണം എന്നുള്ള സ്വപ്നങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞാൽ അതിനെ റിയലൈസ് ചെയ്യാനായിട്ടുള്ള പദ്ധതികളെക്കുറിച്ച് നമ്മൾ തീർച്ചയായിട്ടും ആലോചിക്കും. അതോടെ ഇരിക്കട്ടെ. ഇന്ന് ഭാവതിരുമേനി പ്രസംഗിച്ചപ്പോൾ ഇടയ്ക്ക് പറഞ്ഞായിരുന്നു സൺഡേ സ്കൂളിൻ്റെ ഒരു ഉദ്ദേശിക്കുന്നത് എന്താണെന്ന്. ഭാവതിരുമേനി പറഞ്ഞ കാര്യം കേട്ടായിരുന്നോ? എന്താ പറഞ്ഞേ? ആരെങ്കിലുമൊക്കെ പറയണം. ബാവ ചിലപ്പോൾ കേൾക്കുന്നുണ്ടാവും. ഇല്ലെങ്കിൽ ബാവ പറഞ്ഞ കാര്യം ആരും പറഞ്ഞില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൺഡേ സ്കൂൾ കൊണ്ട് എന്താ ഉദ്ദേശിക്കുന്നതെന്ന് ഭാവതിരുമേനി ഒരു 2 സെൻറ്റൻസ് പറഞ്ഞായിരുന്നു. കേട്ടോ? നമ്മൾ ഈ പ്രസംഗിക്കുമ്പോഴത്തെ ഇതുകൊണ്ട് ഞാൻ പ്രസംഗിക്കില്ല കേട്ടോ. ഞാൻ പ്രസംഗിച്ച ഒരു മനുഷ്യൻ കേൾക്കത്തില്ല എന്നുള്ളത് എനിക്ക് ഉറപ്പുള്ളതുകൊണ്ട് ഞാൻ ആ പരിപാടി പണ്ടേ നിർത്തി. പ്രസംഗിക്കുന്ന പരിപാടിയില്ല, ഒരു മനുഷ്യൻ കേൾക്കത്തില്ല. എല്ലാവരും ഇരുന്നുകൊണ്ട് മുഖത്തോട്ട് നോക്കിയിരിക്കും. നോക്കിയിരിപ്പോൾ കണ്ടു കഴിഞ്ഞാൽ ക്ലാസ്സിൽ പിള്ളേരിരിക്കുന്ന മാതിരിയാണ്. ഇങ്ങനെ ഇരുന്നുറങ്ങുന്നതിൽ കണ്ണ് തുറന്നിരുന്ന് ഉറങ്ങുന്ന മാതിരി ഇരിക്കും. ഒരു സാധനം കേൾക്കത്തില്ല. ഭാവതിരുമേനി പറഞ്ഞതിൻ്റെ ഒരു ചെറിയ സമ്മറി തിരുമേനി തന്നെ പറഞ്ഞത്, ആരാധനയിൽ സംബന്ധിക്കാനായിട്ട്, അതായത് കാര്യങ്ങളെല്ലാം അറിഞ്ഞുകൊണ്ട് പൂർണ്ണമായിട്ട് ആരാധനയിൽ സംബന്ധിക്കാനായിട്ട് കുട്ടികളെ പ്രാപ്തരാക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ സൺഡേ സ്കൂൾ പഠിപ്പിക്കുന്നത് പറയും. ഓക്കെ, അതൊരു നല്ലൊരു ആശയം തന്നെയാണ്, പ്രധാനപ്പെട്ട ഒരു ലക്ഷ്യം തന്നെയാണ്. അതുകൂടാതെ നമുക്ക് വേറെ എന്തെങ്കിലും സൺഡേ സ്കൂളിൽ ലക്ഷ്യങ്ങളുണ്ടോ? സൺഡേ സ്കൂൾ പഠിക്കുന്നത് കൂടെ അടുത്തിരിക്കുന്ന ആളോടൊന്ന് പറഞ്ഞാൽ മതി. നിങ്ങൾ വർത്തമാനം പറഞ്ഞോളാല്ലേ, ധൈര്യമായിട്ട് പറഞ്ഞു. ഇത് കൂടാതെ വേറെ എന്തൊക്കെ ലക്ഷ്യങ്ങളുണ്ട് സൺഡേ സ്കൂളിൽ നിങ്ങളുടെ ഒരു അഭിപ്രായത്തിൽ? നമ്മുടെ പുസ്തകത്തിൽ കുറേ കാര്യങ്ങളൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്, അതൊക്കെ വേണേലും ആഡ് ചെയ്യാം. എന്ന് വെച്ചാൽ സൺഡേ സ്കൂളിലെ ലക്ഷ്യം എന്താണെന്ന് നമുക്കൊരു ധാരണയുണ്ടോ? അതേ ഞാൻ ഉദ്ദേശിക്കുന്നുള്ളൂ. 1 മിനിറ്റേ ഉള്ളൂ, സംസാരിച്ചോ. ടീച്ചർ ഇങ്ങനെ ഒറ്റയ്ക്കിരുന്ന് കഴിഞ്ഞാൽ ബെന്നിൻ്റെ അടുത്ത് പോയിക്കരുത്. ആണോ? എന്താ ഇവിടെ വന്നിരിക്കേ? സാരമില്ല, എന്നാലും ഒറ്റയ്ക്കിരിക്കാതെ. സാർമാരും ഒക്കെ എന്തെങ്കിലും സംസാരിച്ചോ കേട്ടോ. കാരണം എന്താ, സീനിയേഴ്സിൽ നിന്ന് കിട്ടുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ പവർഫുൾ ഐഡിയാസ് ആയിരിക്കും, എക്സ്പീരിയൻസും എക്സ്പെർട്ടൈസും കൊണ്ട്. അത് ഞാൻ പറഞ്ഞ അത് കൂടാതെ നിങ്ങൾക്ക് വേറെ എന്തെങ്കിലുമൊക്കെ പറയാനായിട്ടുണ്ടോ സൺഡേ സ്കൂളിൻ്റെ ലക്ഷ്യങ്ങളായിട്ട്?
അയ്യോ, സംസാരിക്കാതിരിക്കരുത്, ക്ലാസ്സിൽ സംസാരിക്കണം. ടീച്ചർ അങ്ങോട്ട് കടന്നിരുന്നോ? വിദ്യാർത്ഥികൾക്കുണ്ടാവും. അത് നമുക്ക് ഇവർക്കറിയാവുന്ന നമുക്ക് നോക്കാം. ഓക്കെ, 10 സെക്കൻഡ് കൂടെ തരാം. 10 സെക്കൻഡ്. നമ്മൾ സംസാരിക്കാനായിട്ട് സമയം തന്നു കഴിഞ്ഞാൽ സൈലൻസ് പാടില്ല. ടീച്ചറാണോ? മോളി ടീച്ചറാണോ? ഈ മോൾ അല്ല. ഓക്കെ, അപ്പോൾ നമുക്ക് ഒരു 2-3 പേരിൽ നിന്ന് ഒന്ന് കേൾക്കാം. സൺഡേ സ്കൂളിൻ്റെ ലക്ഷ്യങ്ങൾ എന്തൊക്കെയാണ് എന്ന് നമ്മുടെ മനസ്സിലുള്ള കാര്യങ്ങൾ. ഓക്കെ, ധാരാളം ആശയങ്ങൾ ചിലപ്പോൾ കാണും. ഒരു പ്രധാനപ്പെട്ട ആശയമാണ് രാവിലെ ഭാവതിരുമേനി പറഞ്ഞത്. അതിനോട് കൂട്ടിച്ചേർക്കാവുന്ന കാര്യങ്ങൾ നിങ്ങൾ തമ്മിൽ സംസാരിച്ചത് ഒന്ന് പറഞ്ഞേ. ടീച്ചർ ഒന്ന് പറഞ്ഞേ. എൻ്റെ അടുത്ത് തന്നെ വന്ന്, ഞാൻ മാറിയിരിക്കുമായിരുന്നു. ആ, നിങ്ങളെല്ലാം നട്ടാശ്ശേരിക്കാരാണോ? അപ്പോൾ ഞങ്ങളിപ്പം പറഞ്ഞതെന്ന് വെച്ചാൽ ഞങ്ങൾ അങ്ങോട്ട് പരസ്പരം പറഞ്ഞതെന്നു ചോദിച്ചാൽ ഞങ്ങളുടെ കുട്ടികളെ പേരൻസൊക്കെ വിടുന്നത് സൺഡേ സ്കൂളിന് അവിടെ വന്നിട്ട് വെളിയിൽ വന്നിരിക്കുക. പേരൻസ് എല്ലാം വെളിയിൽ വന്നു. സൺഡേ സ്കൂളിന്റെ ലക്ഷ്യങ്ങളാണ്, പെട്ടെന്ന് പറയണം, ഒറ്റ വാചകത്തിൽ പറ. പേരൻസ് എത്രമാത്രം അവരോട് ആത്മാർത്ഥതയുണ്ടെന്ന്, സൺഡേ സ്കൂൾ പഠിക്കണമെന്ന് അത്രമാത്രം ആത്മാർത്ഥത കാണുമല്ലോ പേരൻസിനും. അതുകൊണ്ടായിരിക്കുമല്ലോ അവർ വെളിയിൽ വന്നിട്ട് 12 മണി വരെ വന്നിരിക്കുന്നത്. അതുകൊണ്ട് വളരെയധികം കെയർ ചെയ്യണം. നമ്മൾ അവരുടെ ഓരോ ചലനങ്ങളും നമ്മൾ അത്രയധികം കെയർ ചെയ്ത് വേണം പഠിപ്പിക്കാൻ. ഓക്കെ, പഠിപ്പിക്കുന്നതിൽ പേരൻസ് കൂടുതൽ കെയർ ചെയ്യണം എന്നുള്ളത് സൺഡേ സ്കൂളിൻ്റെ ലക്ഷ്യമാണ്. സൺഡേ സ്കൂളിൻ്റെ ഒരു ലക്ഷ്യമാണ്. ഓക്കെ, നമുക്ക് മറ്റുള്ളവരിൽ നിന്നും കേൾക്കാം. അനുസരിച്ചിട്ട് നമ്മുടെ ഇന്നത്തെ യുവജനങ്ങളാണല്ലോ നാളത്തെ പൗരന്മാരാവുന്നത്. നമ്മുടെ ഒരു 10ാം ക്ലാസ് വരെ തന്നെ കുട്ടികൾ വളരെ ഒരു പിടിച്ചാ വരുന്നത്. നമ്മൾ വിളിച്ചിട്ടൊക്കെ ആയിരിക്കും ഞായറാഴ്ച. സൺഡേ സ്കൂളിന്റെ ലക്ഷ്യങ്ങളാണ് ഞാൻ ചോദിക്കുന്നത്. അപ്പം നമ്മുടെ ഈ യുവജനങ്ങൾ കുട്ടികളെ സൺഡേ സ്കൂളിൽ കൊണ്ടുവരികയും അവർക്ക് നല്ല കാര്യങ്ങൾ കൂടുതൽ പറഞ്ഞു കൊടുക്കുന്ന അനുസരിച്ചിട്ട് വളർന്നു വരുന്ന തലമുറയ്ക്ക് ഏറ്റവും കൂടുതൽ ദൈവികമായിട്ടാണെങ്കിൽ പോലും അതല്ല നമുക്ക് കൊടുക്കുന്ന വചനങ്ങള്, ജ്ഞാനങ്ങള്, ഇതൊക്കെ എന്ത് ചെയ്യാൻ പറ്റും? നമ്മുടെ അടുത്ത സമൂഹത്തിന്, വരാൻ പോകുന്ന സമൂഹത്തിന് മുതൽക്കൂട്ടായിട്ട് കാരണമാകും. അതായത് പൊതുവെ വിദ്യാഭ്യാസത്തിന്റെ എല്ലാം ലക്ഷ്യം അതാണ്. നമ്മുടെ സൺഡേ സ്കൂളിന്റെയും ഒരു പ്രധാനപ്പെട്ട ലക്ഷ്യം അത് തന്നെയാണ്. ഓക്കെ, നമുക്ക് വേറെ 1-2 പേര് നടക്കാം. ഇതെന്റെ സഹപാഠിയാണ്. നിങ്ങൾ തമ്മിൽ പറഞ്ഞു എന്ന് പറഞ്ഞു. സുമ സൺഡേ സ്കൂൾ ഓഫീസിൽ വർക്ക് ചെയ്യുന്നതെന്ന് അറിയാമല്ലോ. ഞങ്ങൾ സംസാരിച്ചത് ഇപ്പോഴുള്ള കുഞ്ഞുങ്ങൾക്ക് തിരിച്ചറിവ് കുറവല്ലേ? അതായത് നല്ലത് ഏതാ ചീത്ത ഏതാന്നുള്ള തിരിച്ചറിവ് കുറവ്. അത് ഒന്ന് വിവേകബുദ്ധിയോടെ ജീവിക്കാനുള്ള ഒരു ആത്മീയതയിൽ കൂടി കുഞ്ഞുങ്ങൾ വളരുന്നത് എങ്ങനെയാണ്? ഓക്കെ, അതായത് അറിവ് പലർക്കുമുണ്ട്, തിരിച്ചറിവില്ല. അപ്പോൾ തിരിച്ചറിവുള്ള ഒരു സമൂഹത്തെ സൃഷ്ടിക്കുക എന്നുള്ളത് അത് ശരിക്കും, അതായത് വിവേകത്തോടു കൂടി ജീവിക്കുക. നോളജും വിസ്ഡവും തമ്മിൽ നല്ലൊരു ഡിഫറൻസ് ഉണ്ട്. നോളജ് എല്ലാവർക്കും ഉണ്ടാവും, പക്ഷേ ആ വിസ്ഡം ലെവലിലേക്ക് കൊണ്ടുപോകാനായിട്ട് ഭയങ്കര പാടാണ്. അത് നമ്മുടെ ഓരോരുത്തരുടെയും പേഴ്സണൽ ലൈഫിൽ നമ്മൾ അപ്ലൈ ചെയ്യുമ്പോഴാണ് വിസ്ഡമായിട്ട് മാറുന്നത് നമുക്ക് നോളജ്. നമുക്ക് പ്രാർത്ഥനയെക്കുറിച്ച് അറിയാം, എല്ലാ യാമങ്ങളെക്കുറിച്ചൊക്കെ കാര്യങ്ങളെല്ലാം അറിയാം. അത് ഒരുപക്ഷെ നമ്മൾ ഡെഡിക്കേറ്റഡ് ആയിട്ട് ആ പ്രാർത്ഥനയിൽ നമ്മൾ ഇൻവോൾവ് ആകുമ്പോഴാണ് ആ പ്രാർത്ഥനയെക്കുറിച്ചുള്ള അറിവ് നമ്മുടെ ജീവിതത്തിൽ വിസ്ഡമായിട്ട് മാറുന്നത്. വേറെ എന്തെങ്കിലുമൊക്കെ ഉണ്ടോ സൺഡേ സ്കൂളിൻ്റെ ലക്ഷ്യങ്ങളായിട്ട്? ടീച്ചർ ഒന്ന് പറയും. എൻ്റെ പേര് എലിസബത്ത്, ഞാൻ കാത്തലിക് സൺഡേ സ്കൂളിലെയാണ്.
എലോങ് വിത്ത് നമ്മുടെ സെൻട്രൽ സ്കൂളിൻ്റെ കരിക്കുലത്തിനോട് കൂടെ പിള്ളേർക്ക് കുറച്ച് അവയർനെസ്, അതായത് ഡ്രഗ് റിലേറ്റഡ് ഇതിൽ നിന്നൊക്കെ കുറച്ച് മാറി നിൽക്കാൻ വേണ്ടി ഒരു സെൻട്രൽ സ്കൂളിലെ ഒരു 10 minutes ടൈം ഓരോ ടീച്ചേഴ്സും കുറച്ചും കൂടെ അവരോടൊരു അവയർനെസ് പോലെ ഒരു ചെറിയ ഇൻഫർമേഷൻ, പിന്നെ കൊച്ചു പിള്ളേർ പ്രത്യേകിച്ചും ഗുഡ് ടച്ച് എന്നതാ ബാഡ് ടച്ച് എന്നതാ അതൊന്ന് അവർക്ക് മനസ്സിലാക്കി കൊടുക്കാൻ വേണ്ടി ഒരു കുറച്ച് സമയം, ഒരു 5 minutes എങ്കിലും, എസ്പെഷ്യലി നമ്മൾ 1 to 4 ക്ലാസ്സിലെ പിള്ളേരെ ഹാൻഡിൽ ചെയ്യുമ്പോൾ അവരോടൊന്ന് പറഞ്ഞു കൊടുത്താൽ അവർക്ക് കുറച്ചും കൂടെ സൊസൈറ്റിയിൽ എന്താണ് ഈ ഗുഡ് ടച്ച് എന്തുവാ ബാഡ് ടച്ച് എന്തുവാ, പിന്നെ ഇച്ചിരി വലിയ പിള്ളേർക്ക് ഡ്രഗ്സ് അതുപോലെയുള്ള സംഭവങ്ങളെ പറ്റി കുറച്ചുകൂടെ പറഞ്ഞു കൊടുത്താൽ. ഓക്കെ, ശരിക്കും ടീച്ചർ എനിക്ക് തോന്നുന്നു ഞാൻ മുമ്പേ ചോദിച്ച ചോദ്യത്തിൻ്റെ ഉത്തരവാണിത്. നമ്മുടെ സൺഡേ സ്കൂളിൽ കൂടുതലായിട്ട് എന്തൊക്കെ വേണമെന്ന് ആഗ്രഹിക്കുന്നു. ഓക്കെ, അതിനുള്ളൊരു നമുക്ക് കുറച്ച് ലെസൺസ് എല്ലാം തീർച്ചയായിട്ടും നമ്മുടെ ഇതിനകത്തുണ്ട്. പ്രത്യേകിച്ച് ഹയർ ക്ലാസ്സുകളിൽ ഇങ്ങനെ പൊതുവായിട്ടുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്യുന്നുണ്ട്. പൊതുവെ സൺഡേ സ്കൂളിൻ്റെ ലക്ഷ്യങ്ങൾ അൾട്ടിമേറ്റ്ലി നമ്മൾ വിഷ്വലൈസ് ചെയ്യുന്നത് എന്തൊക്കെയാണെന്നാണ് നമ്മളിപ്പോൾ. ടീച്ചറെ ഒരു പോയിന്റ് പറഞ്ഞു, പെട്ടെന്ന് പറയാം, ഒറ്റ പോയിന്റ്. നല്ല പൈതങ്ങളായിട്ട് വളർന്നു വരണം. മറ്റുള്ളവരുടെ മുമ്പിൽ ചെന്ന് നിൽക്കുമ്പോൾ ഒരു ഓർത്തഡോക്സ് സഭയിലെ കുഞ്ഞാണെന്നുള്ളത് അത് നമുക്ക് പ്രൂഫായിട്ട് അവർ പറയണം. ഓർത്തഡോക്സ് സൺഡേ സ്കൂളിൽ പഠിച്ചൊരു കുഞ്ഞാണെന്നുള്ളത് തെളിവ് വരണമെങ്കിൽ അടിസ്ഥാനപരമായി നമ്മൾ പറഞ്ഞിരിക്കുന്ന എല്ലാം പഠിച്ച ഒരു പൈതലാണ് ദൈവ പൈതലായിട്ട് ജീവിക്കുക. ഓക്കെ ഓക്കെ, അൾട്ടിമേറ്റ്ലി എന്താ ടീച്ചർ ഈ ലോകത്ത് നമ്മൾ ജീവിക്കുമ്പോൾ നമ്മുടെ ഈ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം. നല്ല ദിവസം തന്നെ ശനിയാഴ്ച വൈകിട്ട് ഈ കുഞ്ഞുങ്ങളുടെ. ഓക്കെ, ഞാൻ ഇനിയിപ്പോൾ അതിലേക്കാണ് വരും. നമുക്കധികം സമയമില്ലാത്തതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് തന്നെ ഇത് അവസാനിപ്പിക്കാം. ഓക്കെ, അപ്പോൾ സൺഡേ സ്കൂളിൻ്റെ ലക്ഷ്യം എന്താണ് എന്നുള്ളത് നമ്മുടെ മനസ്സിലുണ്ടാവണം. സൺഡേ സ്കൂൾ കൊണ്ട് ആഗ്രഹിക്കുന്ന ഇതാണ്. കാരണം ഡെലിവറി ചെയ്യുന്നത് നമ്മളാണ്, നമ്മൾ പറഞ്ഞു കൊടുക്കുന്നതാണ്, അതാ ലക്ഷ്യത്തിലേക്ക് എത്തിക്കുന്നത്. ഇതിനെ കുറച്ചുകൂടെ ഒന്ന് സിംപ്ലിഫൈ ചെയ്ത് വന്നു കഴിഞ്ഞാൽ ഇന്നത്തെ കാലഘട്ടത്തിൽ ഇപ്പോൾ നിങ്ങൾ പുതിയ വിദ്യാഭ്യാസ നയം നോക്കി കേട്ടിട്ടുണ്ടാവും, ദേശീയ വിദ്യാഭ്യാസ നയമൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ അതിലൊക്കെ ഉള്ള ഒരു ഔട്ട്കം ബേസ്ഡ് എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് ഒരു പ്രധാനപ്പെട്ട കമ്പണൻ്റാണ്. ഔട്ട്കം ബേസ്ഡ് എഡ്യൂക്കേഷൻ എന്താ സാറേ പറയാനുണ്ടോ എന്തെങ്കിലും? ആരാധനയിലെ ട്രൂ റെപ്രസെൻറ്റേഷനാണ്. അതിന് ആക്ച്വലി വേണ്ടത് വേറിറ്റി ഡൈമെൻഷൻസാണ്. വേറിറ്റി എന്ന് പറഞ്ഞാൽ റൈച്ചസ്നെസ്. അപ്പോൾ അതിന് റൈച്ചസ്നെസ് ഡൈമെൻഷൻസ് ഉണ്ടാകണമെങ്കിൽ ആരാധനയിലെ ഓരോ പാട്ടും അതിനുള്ള ഗ്രാഹ്യം വേണം. ആ ഗ്രാഹ്യം നമ്മൾ ഇമ്പാർട്ട് ചെയ്യുകയാണ് ഫസ്റ്റായിട്ട് വേണ്ടത്. ആ വേറിറ്റി ഡൈമെൻഷനിൽ എത്തണമെങ്കിൽ അതിനുള്ള ഗ്രാഹ്യം ആരാധനയിൽ എന്തെല്ലാമാണ് അത് പിള്ളേരിലുണ്ടോ എന്ന് നമ്മൾ ആദ്യം. സെക്കൻഡ്ലി ഒരു കാര്യം കൂടെ, സെക്കൻഡ്ലി ഒരു ടൈം ടു ടൈം സൺഡേ സ്കൂളിലെ കുട്ടികളെ പറ്റി അധ്യാപകരുമായിട്ടുള്ള ട്രൂ സെൻസസ് നടത്തണം. നമ്മൾ അതിലേക്ക് വരും സാറേ, ആ പോയിന്റിലേക്ക് വരും. അപ്പോൾ സാറ് പറഞ്ഞ പോയിന്റ് ആരാധന എന്താണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ആരാധനയിൽ അർത്ഥപൂർണമായിട്ട് തന്നെ പങ്കെടുക്കാനായിട്ടുള്ള ഒരു കപ്പാസിറ്റി നമ്മുടെ കുട്ടികൾക്ക് ഉണ്ടാവണമെന്നാണ് പറഞ്ഞു. ഞാൻ മുമ്പേ പറഞ്ഞു അതിലേക്ക് വരാം. അതായത് ഓരോത്തിൻ്റെയും ഔട്ട്കം എന്താണ്? ഇപ്പം നമ്മളൊരു ഡിഗ്രി പഠിക്കുന്നു, ആ ഡിഗ്രി പഠിച്ചു കഴിയുന്ന ഒരു വിദ്യാർത്ഥി എന്തായി തീരണം, അല്ലെങ്കിൽ എന്ത് ക്വാളിറ്റീസ്, എന്ത് നോളജ്, ഒക്കെ എന്ത് സ്കിൽസ് ആ കുട്ടിക്ക് ഉണ്ടാവണം എന്ന് നേരത്തെ തീരുമാനിച്ചാണ് അതിൻ്റെ കരിക്കുലവും സിലബസും എല്ലാം തയ്യാറാക്കുന്നത്. എന്ന് പറഞ്ഞതുപോലെ തന്നെ നമ്മുടെ സൺഡേ സ്കൂളിൻ്റെ ഓവറോൾ സൺഡേ സ്കൂൾ അധ്യാപനം കഴിയുന്ന ഒരു വിദ്യാർത്ഥിക്ക് എന്തെല്ലാം ക്വാളിറ്റീസാണ്, സ്കിൽസാണ് ഉണ്ടാവേണ്ടത്. അപ്പോൾ നമ്മുടെ ഓരോ ക്ലാസ്സിലും ഇതുപോലെ തന്നെയാണ്. ഇപ്പോൾ ഓരോ ക്ലാസ്സും ഉദ്ദേശിച്ച് 10ാം ക്ലാസ്സോ 9ാം ക്ലാസ്സോ ഒക്കെ ആണെങ്കിൽ ആ ഒരു ഇത് കഴിയുമ്പോൾ ആ കുട്ടി എങ്ങനെയായിത്തീരണം, അതിൻ്റെ ഏറ്റവും മിനിയേച്ചറാണ് ഓരോ ദിവസത്തെയും നമ്മുടെ ക്ലാസ്. ഓരോ ദിവസത്തെയും നമ്മുടെ ക്ലാസ്. ഇന്ന് ഞാൻ ക്ലാസ് എടുക്കുന്നു, ഇന്ന് എടുക്കുന്ന വിഷയം പഠിപ്പിച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ലക്ഷ്യം എന്താണ്, ആ പാഠം പഠിപ്പിക്കുന്നതിൻ്റെ ലക്ഷ്യം എന്താണ്, എന്ത് തരത്തിലുള്ള ഒരു മാറ്റമാണ് ആ കുട്ടിക്ക് ഇന്നത്തെ ക്ലാസ് കഴിയുമ്പോൾ ഉണ്ടാവേണ്ടത് എന്നുള്ള ഒരു ബോധ്യം ആദ്യം നമ്മളിൽ സൃഷ്ടിച്ച് വേണം ആ ലെസൺ നമ്മൾ ഡെലിവറി ചെയ്യാനായിട്ട്. ആ രീതിയിൽ വേണം ആ ലെസൺ ഡെലിവറി ചെയ്യാനായിട്ട് നമ്മൾ പ്രിപ്പയർ ചെയ്യാനായിട്ട്, നമ്മൾ തന്നെ പ്രിപ്പയർ ചെയ്യുന്നത്. അതിൻ്റെ ഇടയ്ക്കത്തെ ഒരു കാര്യമാണ് ടീച്ചർ പറഞ്ഞത്, തലേദിവസം പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞ് പ്രിപ്പറേഷൻ്റെ ഒരു ഭാഗമാണ്.
ഓക്കെ, അപ്പോൾ ഈ ലെവലിൽ നമ്മൾ പ്രിപ്പയർ ചെയ്യുമ്പോഴാണ് ആ ക്ലാസ് മനോഹരമാകുന്നത്, ആ ക്ലാസ് കൊണ്ട് ഉദ്ദേശിച്ച ലക്ഷ്യം നമുക്ക് നേടാനായിട്ട് സാധിക്കുന്നത്. അതല്ല എങ്കിൽ നമ്മൾ വേണേൽ പറയും, ഓക്കെ ഞാൻ 10-15 കൊല്ലമായിട്ട് അല്ലെ 10-20 വർഷമായിട്ട് ഞാൻ പഠിപ്പിക്കുന്നത്, ഇതൊക്കെ എന്ത്, എത്ര ക്ലാസ് വേണമെങ്കിലും നമുക്ക് എടുക്കാം, ഒരു പുസ്തകം ഇല്ലാതെ വേണേൽ നമുക്ക് ക്ലാസ്സിലോട്ട് ചെല്ലാം, ഒരു തയ്യാറെടുപ്പും വേണ്ട, മുമ്പിലിരിക്കുന്ന കുട്ടിയുടെ ആ പുസ്തകം ഇങ്ങനെ മോനെ കഴിഞ്ഞ ആഴ്ച പഠിപ്പിച്ചത് ഏതാ, ഓക്കെ അടുത്ത ലെസൺ എന്നതാ വായിച്ചേ, അതിൻ്റെ അർത്ഥം എന്താ, ഈ വാക്ക് എന്താ, ആ വാക്ക് എന്താ, എല്ലാം നമുക്ക് ചോദിച്ചിട്ട് എങ്ങനെയെങ്കിലുമൊക്കെ തട്ടിക്കൂട്ടി ഒരു പീരീഡ് അവസാനിപ്പിക്കാം. പഠിപ്പിച്ചോ, പഠിപ്പിച്ചു, അവിടെ നമ്മൾ അധ്യാപകരായി. ഇന്നത്തെ കാലത്ത് വേണ്ടത് അധ്യാപകരെ അല്ല. വൺ ഈസ് മെൻറ്റർ, അതർവൈസ് ബി എ ഫെസിലിറ്റേറ്റർ. ഓക്കെ, ഇപ്പോൾ ഈ ഫാക്കൽറ്റി എന്നുള്ള ഒരു വാക്കുണ്ട്, ഫാക്കൽറ്റി. ഇപ്പോൾ കോളേജിലൊക്കെ പഠിപ്പിക്കുന്നവരെ ഫാക്കൽറ്റി എന്ന് പറയുന്നത്, ആ ഫാക്കൽറ്റി എന്ന് പറയുന്നത് ഫെസിലിറ്റേറ്റർ എന്നുള്ള വാക്കിൽ നിന്ന് വരുന്ന ഈ ഫാക്കൽറ്റി എന്ന് വെച്ച് കഴിഞ്ഞാൽ പഠിക്കേണ്ടതാരാ, കുട്ടികളാണ് പഠിക്കേണ്ടത്, അവരാണ് ലേണേഴ്സ്. അവരെ പഠിപ്പിക്കാനായിട്ട്, അവർ സ്വയം പഠിക്കാനായിട്ട് നമ്മൾ ഫെസിലിറ്റേറ്റ് ചെയ്യുകയാണ് അധ്യാപകർ വേണ്ടത്. വി ആർ നോട്ട് ടീച്ചേഴ്സ് എന്നുള്ള ശരിക്കും പദം ഉപയോഗിക്കാൻ പാടില്ല. ടീച്ചിങ് എന്നുള്ള ഒരു ആർക്കും ആരെയും പഠിപ്പിക്കാൻ പറ്റത്തില്ലെന്നുള്ളത് സത്യം. പ്രത്യേകിച്ച് ഒരു പ്രായം കഴിഞ്ഞാൽ, ഒരു 8ാം ക്ലാസ്സൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവരെ പഠിപ്പിക്കാൻ നമുക്ക് പറ്റില്ല. അവർ വിചാരിക്കണം എന്ത്, ഞങ്ങൾക്ക് പഠിക്കണമെന്ന് കുട്ടികൾ വിചാരിക്കണം. അപ്പോൾ കുട്ടികളിൽ ആ ഒരു ചിന്ത നമുക്ക് ക്രിയേറ്റ് ചെയ്യുകയും അതിനെ ഡെവലപ്പ് ചെയ്ത് അവർ സ്വയം പഠിക്കുകയും അതിന് നമ്മൾ കൂടെ നിന്ന് സപ്പോർട്ട് ചെയ്യുന്നവരും ആകാവുന്നുണ്ടെങ്കിൽ അതാണ് ഒരു ബെസ്റ്റ് ഫെസിലിറ്റേഷൻ. അപ്പോൾ ആ കൂടെയാണ് ഈ സൺഡേ സ്കൂളിൻ്റെ ലക്ഷ്യങ്ങൾ. നമ്മൾ ഇപ്പോൾ സാറോട് ഇരുന്നുകൊണ്ട് പറഞ്ഞതാ, ദൈവരാജ്യത്തിന് കൊള്ളാവുന്നവരായിട്ട് കുട്ടികളെ വളർത്തുക. അപ്പം ആ കൂടെയാണ് സമൂഹത്തിന് കൊള്ളാവുന്നവരായിട്ട് കുട്ടികളെ വളർത്തുക. ഓക്കെ, അപ്പോൾ ഇത് രണ്ടുകൂടെ മെർജ് ചെയ്താണ് നമ്മൾ കൊണ്ടുവന്നത്. ദൈവരാജ്യത്തിനും കൊള്ളാം, ഇവരെ സമൂഹത്തിനും കൊള്ളാം. അപ്പം സമൂഹത്തിന് കൊള്ളാവുന്ന കുട്ടികളാവണമെന്നുണ്ടെങ്കിൽ എന്തൊക്കെ വേണം? ഇപ്പം ഞാൻ ഉദ്ദേശിച്ചത് ഔട്ട്കം എന്നുള്ളത് സമൂഹത്തിന് കൊള്ളാവുന്ന കുട്ടികളാണ് എങ്കിൽ നമ്മൾ പഠിപ്പിക്കുന്നതിനകത്ത് അതിന് വേണ്ടതായിട്ടുള്ള കുറച്ച് കമ്പോണൻസ് ഉണ്ടാവണം. നമ്മുടെ ലെസൺസ് ഉണ്ട്. ഓക്കെ, അത് കൂടാതെ ഇപ്പം ഇന്ന് രാവിലെ പ്രസംഗിച്ചപ്പോൾ പറഞ്ഞു, പ്രത്യേകിച്ച് രോഗികളെയൊക്കെ ഒന്ന് സന്ദർശിക്കാനായിട്ട് നമ്മൾ ആഗ്രഹിക്കുന്നതാണെങ്കിൽ അത് നമ്മുടെ സിലബസിനകത്ത് ഉണ്ടാവണം, നമ്മുടെ കരിക്കുലത്തിനകത്ത് അത് ഉണ്ടാവണം. ഓക്കെ, പാവങ്ങളെ സഹായിക്കുന്ന ഒരു മനസ്സുള്ളവരാവണമെന്നുണ്ടെങ്കിൽ അതിന് വേണ്ടതായിട്ടുള്ള കമ്പോണൻസ് നമ്മൾ കൊടുക്കണം. ഓക്കെ, പരിസ്ഥിതിയെ സംരക്ഷിക്കുന്ന കുട്ടികളാവണമെന്ന്, അതെല്ലാം സമൂഹത്തിൻ്റെ ഭാഗമാണല്ലോ. പരിസ്ഥിതിയെ സംരക്ഷിക്കുന്ന കുട്ടികളാവണമെന്നുണ്ടെങ്കിൽ അതിന് വേണ്ടതായിട്ടുള്ള കമ്പോണൻസ് നമ്മുടെ സൺഡേ സ്കൂൾ വിദ്യാഭ്യാസത്തിൽ ഉണ്ടാവണം. അപ്പം ഇങ്ങനെ ഓരോന്നും അൾട്ടിമേറ്റ് ലക്ഷ്യം എന്താണോ അവിടെ എത്തണമെന്നുണ്ടെങ്കിൽ ഏത് വഴിയെ കൂടെ പോകണം എന്ന് നമ്മൾ തീരുമാനിക്കണം. ആ വഴിയെ കൂടെ വേണം കൊണ്ടുപോകാനായിട്ട്. ഓക്കെ, അവിടെ ഈ എന്താ പറയുക, ആലീസ് ഇൻ വണ്ടർലാൻഡ് എന്ന് പറയുന്ന പുസ്തകം വായിച്ചിട്ടുണ്ടോ? ആലീസ് ഇൻ വണ്ടർലാൻഡ് കൊച്ചുകുട്ടികളൊക്കെ എല്ലാവരും വായിച്ചിട്ടുണ്ടോ? ഒരു പൂച്ചയും ആലീസും തമ്മിലുള്ള ഒരു കോൺവെർസേഷൻ ഉണ്ട്. അതിനകത്ത് ഒരു ചോദ്യമാണ്, ഓക്കെ, ഒരു ജംഗ്ഷനിൽ ചെന്നിട്ട് ഇനി എനിക്ക് അങ്ങോട്ടാ പോകണ്ടേ, പൂച്ച ചോദിക്കുന്നു എവിടെ എത്തണ്ടേ? അപ്പോൾ മറുപടി എവിടെയെങ്കിലും ചെന്നാൽ മതി. അപ്പോൾ വീണ്ടും അതിൻ്റെ റിപ്ലൈ, എവിടെയെങ്കിലും ചെന്നാൽ മതിയെങ്കിൽ എതിലെങ്കിലും പോയാൽ മതി. എവിടെയെങ്കിലും ചെന്നാൽ മതിയെങ്കിൽ എതിലെങ്കിലും പോയാൽ മതി. അതേസമയം എനിക്ക് കൃത്യമായിട്ട് ഇന്ന ലക്ഷ്യത്തിലാണ് ചെല്ലുന്നതെന്നുണ്ടെങ്കിൽ ആ ചെല്ലേണ്ട വഴിയോടെ വേണം നമ്മൾ പോകാനായിട്ട്. സമൂഹത്തിന് കൊള്ളാവുന്നവരായിട്ട് കുട്ടികളെ മെരുക്കിയെടുക്കുക എന്നതാണ് എൻ്റെ ലക്ഷ്യമെങ്കിൽ അതിന് ഉപയോഗിക്കേണ്ട ആ വഴികളിൽ കൂടെ തന്നെ നമ്മൾ പോയാൽ മതിയാവുള്ളൂ. ആ രീതിയിലുള്ള ക്രിയേറ്റിവിറ്റി നമ്മൾ ഉണ്ടാക്കണം, എന്നാലേ നമ്മളവിടെ ചെല്ലുള്ളൂ. ഓക്കെ, നമുക്കിനിയും കുറച്ചൊരു കാര്യം കൂടെ ഒരു അധ്യാപകർ എന്നുള്ള നിലയിൽ, അധ്യാപകരും തന്നെ ഞാനങ്ങ് യൂസ് ചെയ്യുന്നതാണ്, നമ്മളത് യൂസ് ടു ആയതുകൊണ്ട് മാത്രം യൂസ് ചെയ്യുന്നതാണ്. ഒരു മോഡൽ അധ്യാപകനാണെന്നുണ്ടെങ്കിൽ എന്തൊക്കെ ക്വാളിറ്റീസാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത്? ഒരു അധ്യാപകൻ എങ്ങനെയുള്ളതായിരിക്കണം? നമ്മളെപ്പോഴും ഏതൊക്കെ ക്ലാസ്സിലും പറയാറുള്ളതാണ്, വീണ്ടും ഞാൻ ഓർമ്മിപ്പിക്കാൻ വേണ്ടി പറയുന്നുള്ളതേ ഉള്ളൂ. അധ്യാപകർക്കുള്ള എല്ലാ ക്ലാസ്സിലും നമ്മളിത് കേട്ടുകൊണ്ടിരിക്കുന്നതാണ്, യാതൊരു സംശയമില്ല, വർഷങ്ങളായിട്ട്. അപ്പോൾ അതൊന്നുകൂടി റിഫ്ലക്റ്റ് ചെയ്യുന്നത് എപ്പോഴും നല്ലതാണ്. ഒരു ദിവസം പ്രാർത്ഥിച്ചു എന്ന് വിചാരിച്ച് പിറ്റേ ദിവസം പ്രാർത്ഥിക്കാതിരിക്കത്തില്ലല്ലോ, ഇല്ലേ? എല്ലാ ദിവസവും പ്രാർത്ഥനയുള്ളതാണ്. ഓക്കെ, അപ്പോൾ നമുക്കൊന്ന് റിഫ്ലക്റ്റ് ചെയ്യാം. അടുത്തിരിക്കുന്ന ആളോട് ജസ്റ്റ് 2 മിനിറ്റ് മാത്രമേ എടുക്കാവുള്ളൂ. നിങ്ങൾ ഒരു ക്വാളിറ്റീസ് എങ്കിലും നിങ്ങൾക്ക് പറയാനായിട്ട് പറ്റണം. സംസാരിച്ചോ, വർത്താനം പറഞ്ഞോളേ.
നമ്മുടെ ചോദ്യം ഇതാണ്, ബെസ്റ്റ് അധ്യാപകന് ഉണ്ടാവണം എന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു നല്ല ഗുണം. ഒരു 10 മിനിറ്റ് ഉണ്ട്. ഇവിടെ വെച്ച് നിർത്താൻ വേണ്ടിയല്ല കേട്ടോ, ബാക്കി വീട്ടിൽ ചെന്ന് എഴുതിക്കോണം. സമയമില്ലാത്തതുകൊണ്ടാണ് ഞാൻ പറഞ്ഞില്ല. നമുക്ക് ഒരു ദിവസം ഉണ്ടായിരുന്നെങ്കിൽ നമുക്ക് ആരാംസെ ഇതെല്ലാം സംസാരിച്ച് പോകായിരുന്നു. അപ്പോൾ നമുക്ക് പെട്ടെന്ന് അവിടുന്ന് ഇവിടുന്ന് നോക്കിയെന്ന് കേൾക്കാം. ടീച്ചറിന് ഉറക്കം വരുന്നുണ്ടോ? ഇല്ലല്ലോ. ഇല്ല. അധ്യാപകർ സത്യസന്ധതയുള്ളവരായിരിക്കണം, അല്ലാത്തവരൊക്കെ ഇറങ്ങി പോകണം. കാരണം നമ്മളല്ലാതെ ചെയ്യുന്നുണ്ടെങ്കിൽ ഏറ്റവും ആദ്യം കണ്ടുപിടിക്കുന്നത് നമ്മുടെ വിദ്യാർത്ഥികൾ തന്നെയായിരിക്കും. അവർ പറയും ഇവരൊക്കെയാണ് ഞങ്ങളെ പഠിപ്പിക്കാൻ വരുന്നത് എന്ന് പറയും. അത് പറയിപ്പിക്കരുത്. കുട്ടികളെ മനസ്സിലാക്കാൻ പറ്റുന്ന അധ്യാപകരാകണം. കുട്ടികളെ മനസ്സിലാക്കാനായിട്ട് പറ്റുന്ന അധ്യാപകർ. ഇത് വളരെ നല്ല ഒരു പോയിന്റാണ്. സത്യം പറഞ്ഞ ഒരു അഭിപ്രായം പറഞ്ഞു. ഈ 12ാം ക്ലാസ്സിൽ നിന്ന് അധ്യാപകർക്കുള്ള ആ 1-2 ലെസൺസൊക്കെ എടുത്ത് കളഞ്ഞിട്ട് അധ്യാപകരാകാൻ വേണ്ടി TTC എന്ന് പറയുന്ന മാതിരി ചെറിയൊരു 3 മാസത്തെ കോഴ്സ് കൊണ്ടുവന്നാൽ നല്ലതാണ്. ഓക്കെ, കാരണം അധ്യാപകരാണെങ്കിൽ കുറച്ച് സ്റ്റൈൽസ്, ഇന്ന പ്രായത്തിലുള്ള കുട്ടികളുടെ ബിഹേവിയർ പാറ്റേൺ ഇതാണ്. അത് നമ്മൾ അറിഞ്ഞു വേണം അവരോട് പെരുമാറാൻ. അല്ലാതെ നമ്മൾ കിടന്ന് ഷൗട്ട് ചെയ്തിട്ടോ ബഹളം വെച്ചിട്ടോ കാര്യമുണ്ടോ? ഇല്ല. അത് അറിയണം, കുട്ടികളെ അറിയണം. കുട്ടികളെ അറിയാമെന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റൊന്നുണ്ട്, അവരെ വ്യക്തിപരമായിട്ടും നമ്മൾ അറിയണം. ഞാൻ പറയുന്നത്, നിങ്ങൾ സൺഡേ സ്കൂളിൽ ക്ലാസ് തുടങ്ങിയാൽ ആദ്യത്തെ ഒരു 10 മിനിറ്റ് കുട്ടികളുമായിട്ട് വർത്തമാനം പറഞ്ഞ് വേണം ചിലവഴിക്കാനായിട്ട്. വെറുതെ സംസാരിക്കുക. അവരുടെ കഴിഞ്ഞ ഒരാഴ്ച എങ്ങനെ ഉണ്ടായിരുന്നു, അവരുടെ സ്കൂളിൽ എന്തുണ്ട് വിശേഷം, വീട്ടിൽ എന്തുണ്ട് വിശേഷം ഒക്കെ അവർ പറയട്ടെ. ആ ഒരു അറ്റ്മോസ്ഫിയർ ആദ്യം ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ പഠിപ്പിക്കാൻ തുടങ്ങിയാൽ മതി. അതൊരു വേസ്റ്റേജ് അല്ല. ഓക്കെ, അത് തീർച്ചയായിട്ടും മനസ്സിലാക്കാം. അപ്പോൾ നമ്മൾ എല്ലാ പിള്ളേരും അത് പറഞ്ഞു, ആ പോയിന്റ് പറഞ്ഞു. ഇനി വേറെ പോയിന്റ്. എല്ലാ പിള്ളേരും ഒരുപോലെ തന്നെ പെട്ടെന്ന് മനസ്സിലാക്കത്തില്ല. ചില പിള്ളേർക്ക് നമ്മൾ പറയുന്ന കാര്യങ്ങൾ 2-3 പ്രാവശ്യം പറയേണ്ടി വരും. അതായത് പിള്ളേരുടെ ഓരോ കപ്പാസിറ്റിയും കൂടെ നമ്മൾ വ്യക്തിപരമായിട്ട് അറിഞ്ഞു കഴിയുമ്പോൾ നമുക്കറിയാം കുട്ടികൾക്ക് എന്തുമാത്രം കാലിബർ ഉണ്ട്, ഈവൻ ഗ്രാസ്പ് ചെയ്യാനായിട്ടുള്ള പവർ, അതൊക്കെ അത് തീർച്ചയായിട്ടും അറിയേണ്ടതാണ്. ചിലരെല്ലാം ഞങ്ങളോട് ചോദിക്കുന്നില്ലല്ലോ എന്നൊക്കെ വിചാരിച്ചിരിക്കുന്നു. കുട്ടികൾക്ക് മാതൃകയായിരുന്നു. ആ ഒരു ഒറ്റ കാര്യം പറഞ്ഞാൽ എല്ലാം അതിനകത്തായി അല്ലേ. ഒരു ക്ലാസ്സിൽ 10 കുട്ടികളുണ്ടെങ്കിൽ ആ 10 കുട്ടികളെയും നമ്മൾ പഠിക്കണം. അവരുടെ വീട്ടിലെ സിറ്റുവേഷൻസ് തൊട്ട് ആ കുഞ്ഞുങ്ങളെ നമ്മൾ മനസ്സിലാക്കുക എന്നുള്ളതാണ് നല്ലൊരു ടീച്ചറിന്റെ. കുട്ടികളെ അറിഞ്ഞ് നമ്മൾ പഠിക്കുക എന്നുള്ളതാണ് ഇവിടെ നമ്മൾ തീർച്ചയായിട്ടും പറയുന്നത്. നമുക്കൊന്നുള്ളതും അടുത്തിരുന്ന ആൾ സംസാരിച്ചതും ഒറ്റ വാക്ക് പറഞ്ഞ പോയിന്റ്സ് പറയരുത്. സ്റ്റുഡൻസിനെ അറിയണം. പിന്നെ ഇന്നത്തെ ചാലഞ്ചസ് ഒക്കെ ഉണ്ടല്ലോ സ്കൂളിലെ കാര്യങ്ങൾ, അതൊരു മെന്ററായിട്ട് വർക്ക് ചെയ്യുക, അവരെ ചേർത്ത് നിർത്തുക. തെറ്റുകൾ പറ്റാം, വിധിക്കാതെ കറക്റ്റ് ചെയ്ത് ചേർത്ത് നിർത്തുക. ഓക്കെ, വെരി ഗുഡ്. ഇനി ചോദിച്ചു കഴിഞ്ഞാൽ ധാരാളം പോയിന്റ് പറഞ്ഞാൽ നമ്മുടെ ഒരു ക്ലാസ് കൊണ്ട് നിൽക്കുന്നതല്ല. ഇപ്പം നമുക്ക് കുട്ടികൾ ഈവൻ സൺഡേ സ്കൂൾ അധ്യാപനം കഴിഞ്ഞാലും ആ മെന്ററിങ് കണ്ടിന്യൂ ചെയ്യാം. ഓക്കെ, ഈ കുട്ടികളുടെ കഴിവുകളെ തിരിച്ചറിയാൻ നമുക്ക് പറ്റണം, പ്രോത്സാഹിപ്പിക്കാൻ പറ്റണം, അവരുടെ പോരായ്മകളെ തിരിച്ചറിയാൻ പറ്റണം, അത് തിരുത്താനായിട്ട് നമുക്ക് പറ്റണം. ചൈൽഡ് അബ്യൂസ്, കുട്ടികളെല്ലാം പലതരത്തിലുള്ള ഫേസ് ചെയ്യുന്ന ഇഷ്യൂസാണ് ഇതൊക്കെ. ഞാൻ കോട്ടയം ജില്ലയുടെ ഡയറക്ടറായിരുന്നു ചൈൽഡ് ലൈനിൻ്റെ. എൻ്റെ പൊന്നെ സത്യം പറഞ്ഞ തല മരച്ചു പോകുന്ന രീതിയിലുള്ള കേസുകളാണ് നമ്മുടെ അടുത്ത് വന്നുകൊണ്ടിരുന്നത്. ഇപ്പോൾ ചൈൽഡ് ലൈനിൻ്റെ അത് സെൻട്രൽ ഗവൺമെൻറ്റിൽ ഇതിലേക്ക് മാറ്റി. എന്തുമാത്രം കേസുകൾ, അതോ എന്തെല്ലാം തരത്തിലുള്ള കേസുകൾ. 3ാം ക്ലാസ്സിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടിയെ ലൈംഗികമായിട്ട് പീഡിപ്പിച്ച പിതാവിൻ്റെ അടുത്ത് വരെ നമ്മളിരുന്ന് ആ കുട്ടികളുടെ ഇത് മുഴുവൻ കേൾക്കുക. കോടതിയിൽ പോകണ്ട്. ഞാനൊരു ദിവസം കോടതി ചെന്നപ്പോഴത്തേക്ക് നമ്മുടെ വക്കീൽ സാറിനെ കണ്ടു. സാറിനോട് സാറിൻ്റെ കോടതിയിൽ ഇവിടെ എന്താ പരിപാടി, സാക്ഷി പറയാൻ പോയതാ.
അയാൾക്കെതിരായിട്ട് സാക്ഷി പറയാൻ പോയതാ. ഇത് എനിക്ക് ഇതിൻ്റെ വല്ല കാര്യമുണ്ടോ? പക്ഷേ ചൈൽഡ് ലൈനിൻ്റെ ഇതിൻ്റെ ഒരു ദിവസം സാറിനെ കണ്ടത് അവിടെ വെച്ച്. ഓക്കെ, പണിഷ്മെൻറ്റ് മേടിച്ചു കൊടുക്കാൻ വേണ്ടി ഞാൻ ഒരു ഇതും കാണിച്ചില്ല. അപ്പോൾ കുട്ടി എൻ്റെ അടുത്ത് പറഞ്ഞതാണെന്ന് തന്നെ ജഡ്ജി ചോദിച്ചപ്പോൾ പറഞ്ഞു. ആ പേരൻ്റ് പുറയിൽ നിന്നുകൊണ്ട് കേട്ടുകൊണ്ടിരിക്കുക. അവൻ എന്നെ തല്ലുമെന്നല്ലോ, എനിക്ക് പിന്നെ ആളെ വിട്ട് തല്ലിക്കുമെന്നൊക്കെ എനിക്ക് പേടിയുണ്ടായിരുന്നു. പക്ഷേ പറയാതിരിക്കാൻ പറ്റത്തില്ല. എങ്ങനെ പറയാതിരിക്കും? അതിലും സിവിയറായിട്ടുള്ള കേസുകൾ. ഇതൊക്കെ ആരാ? നമ്മുടെ കുട്ടികൾ തന്നെയാണ്, നമ്മുടെ മുമ്പിലുള്ള കുട്ടികളാണ്. വിചാരിക്കരുത് എൻ്റെ ഇടവകയിൽ ഇതൊന്നും നടക്കത്തില്ല എന്ന് വിചാരിക്കരുത്, അല്ലെങ്കിൽ ഓർത്തഡോക്സ് സഭയിൽ ഇതൊന്നും നടക്കത്തില്ല എന്ന് വിചാരിക്കരുത്. ഓക്കെ, ഇവിടെ ഞങ്ങൾ ചില സർവേകളൊക്കെ നടത്തിയപ്പോഴും കോട്ടയം ജില്ലയിലേത് 46% കുട്ടികൾ ഈവൻ എന്താ പറയുന്നത് സെക്ഷുവലി അബ്യൂസ്ഡ് ആണെന്നുള്ള കുട്ടികൾ ഞങ്ങളുടെ അടുത്ത് പറഞ്ഞതാണ്. എന്ന് വെച്ചാൽ നമ്മുടെ മുമ്പിലുള്ള 2 കുട്ടികളിൽ ഒരാൾ. ഇതൊക്കെ നമ്മുടെ കുട്ടികളല്ലേ? നമ്മുടെ കുട്ടികളല്ലേ? അതെ. അപ്പോൾ ഇവരോ നമ്മുടെ അടുത്ത് ഷെയർ ചെയ്യണമെന്നുണ്ടെങ്കിൽ അവരുമായിട്ട് നല്ലൊരു ബന്ധം നമുക്കുണ്ടാവണം. ഞാനെപ്പോഴും സജസ്റ്റ് ചെയ്യുന്നത് നമ്മുടെ യൂണിറ്റിൽ ഒരധ്യാപകർ ഒരു കൗൺസിലറായിട്ട് തന്നെ വർക്ക് ചെയ്യണം. ആ ഒരു ക്വാളിഫിക്കേഷനുള്ള ഒരാളുള്ളത് നല്ലതാണ്. അവരുടെ അടുത്താണെങ്കിൽ ചെന്ന് ഷെയർ ചെയ്യാനായിട്ട് കുട്ടികൾക്ക് പറ്റണം. ഓക്കെ, അപ്പോൾ ഇതെല്ലാം നമ്മുടെ അധ്യാപനത്തിൻ്റെ ഒരു ഭാഗമാണ്. ഇതൊക്കെ ആയിക്കഴിഞ്ഞാലേ നമുക്ക് ഇതാകാൻ പറ്റുള്ളൂ. ഒത്തിരി പ്രശ്നങ്ങൾ ഉണ്ട്, പക്ഷേ അതെല്ലാം ഓവർകം ചെയ്യാനായിട്ട് നമുക്ക് പറ്റണം. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഒരു ടീച്ചിങ്, സാറേ ഞാനൊരു 10 മിനിറ്റ് കൂടെ എന്ത് സാറില്ലേ? സാറ് പോയത് നന്നായി, അല്ലെങ്കിൽ സാറിനെ നോക്കിക്കൊണ്ടിരുന്നേനെ. ഈ ടെക്നോളജി എന്തുമാത്രം ടീച്ചിങ്ങിൽ അധ്യാപകർക്ക് എപ്പോഴും വേണ്ട ഒന്ന് കുട്ടികളുടെ ആറ്റിറ്റ്യൂഡ്, രക്ഷിതാക്കളുടെ ആറ്റിറ്റ്യൂഡ്, എങ്ങനെ നമ്മൾ പഠിപ്പിക്കുന്നു. ക്ലാസ്സിൽ കുട്ടികൾക്ക് വരാനായിട്ട് ഇൻട്രസ്റ്റ് ആണോ? ഒരുപക്ഷെ ഈ ബെന്ന് പഠിപ്പിക്കുന്ന രീതിയിലോ അല്ലെങ്കിൽ വേറെ ആളുകൾക്ക് പഠിപ്പിക്കാനായിട്ട് പറ്റുമെന്ന് എനിക്കറിയില്ല. അവർ തീർച്ചയായിട്ടും ആലോചിക്കുന്നുണ്ടാവും, എൻ്റെ ക്ലാസ്സിലെ കുട്ടികൾ ഈ ഏജിലുള്ളതാണ്, അവർക്ക് ഒരു ക്രിയേറ്റിവിറ്റി കൊടുത്തിട്ടുള്ള ആ ഒരു ടൈപ്പ് ഓഫ് ടീച്ചിങ്. കുട്ടികളുടെ പാർട്ടിസിപ്പേഷൻ നമ്മുടെ സൺഡേ സ്കൂളിൽ എന്തുമാത്രം ഉണ്ട്. കോമൺ ക്ലാസ് ഹയർ ക്ലാസ്സിലെ കുട്ടികളെ കൊണ്ട് എടുപ്പിക്കാനായിട്ട് ധൈര്യമുണ്ടോ? നമുക്ക് കൊടുക്കുക അവർക്ക്. ഈ അടുത്ത ആഴ്ച പഠിപ്പിക്കുന്ന ലെസൺസ് തലേ ആഴ്ച തന്നെ ഒന്ന് പറഞ്ഞ് അവരോട് പറയുന്നു പ്രിപ്പയർ ചെയ്തുകൊണ്ട് വരാൻ പറ. ഓക്കെ, അവർ ഭയങ്കര വണ്ടർഫുള്ളായിട്ട് സംഗതി ചെയ്യും. ഈ ചെറിയ ക്ലാസ്സിലൊക്കെ ആണെങ്കിൽ നമ്മളൊരു ലാപ്ടോപ്പൊക്കെ ഉപയോഗിച്ച് തന്നെ ചെയ്യണം. ചെറിയ വീഡിയോസൊക്കെ കാണിച്ച് വേണം അവരെ പഠിപ്പിക്കാൻ. നമ്മളീ പഠിപ്പിക്കുന്ന ഓൾമോസ്റ്റ് എല്ലാ ലെസൺസും അതിൻ്റെ ചെറിയ ചെറിയ വീഡിയോസ്, നമ്മളിവിടെയും വീഡിയോസ് ഉണ്ടാക്കാനായിട്ട് തുടങ്ങുക കേട്ടോ, നമ്മുടെ സൺഡേ സ്കൂളിലും. അപ്പോൾ അതൊക്കെ നമുക്ക് ഉപയോഗിക്കാനായിട്ട് പറ്റണം. എന്നുവെച്ചാൽ നമ്മുടെ ഈ ടീച്ചിങ് എന്ന് പറയുന്ന ഒരു സാധനത്തിൻ്റെ മൂർച്ച കൂട്ടിക്കൊണ്ടേ ഇരിക്കണം. ടീച്ചർ പറഞ്ഞ് തലേ ദിവസം ഇരുന്ന് ആലോചിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം, നാളെ ഞാൻ ഇന്ന ലെസനാണ് കവർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്, എങ്ങനെയാണ് അത് കവർ ചെയ്യേണ്ടത്? നാളത്തെ മാത്രമല്ല അടുത്ത ആഴ്ചത്തെ അതെങ്ങനെ കവർ ചെയ്ത് കഴിഞ്ഞാൽ വിദ്യാർത്ഥികൾക്ക് ഇഷ്ടപ്പെടും എന്ന് ആലോചിച്ച് തീരുമാനിച്ചു വേണം പോകാനായിട്ട്. ഓക്കെ, ഇന്നിപ്പം മിഷനറി യാത്രയെക്കുറിച്ചുള്ള ലെസനാണ് നാളത്തെ എൻ്റെ സൺഡേ സ്കൂൾ ക്ലാസ്സിൽ ഞാൻ പഠിപ്പിക്കേണ്ടത്. ആണ്ട് സാറ് പുറകെ പോയിരിപ്പുണ്ട് എന്നെ നേരെ കാണാൻ വേണ്ടിയിട്ട്. ഞാൻ വിചാരിച്ചു പോയെന്ന്. അപ്പോൾ ഇതാണ് ലെസൺ പഠിപ്പിക്കേണ്ടതെങ്കിൽ നിങ്ങളിതെങ്ങനെ പഠിപ്പിക്കും? ഓക്കെ, ചോദ്യം മനസ്സിലായോ? നാളെ എൻ്റെ ക്ലാസ്സിൽ ഞാൻ പഠിപ്പിക്കേണ്ടത് പൗലോസ്ലീഹയുടെ മിഷനറി യാത്രയെക്കുറിച്ചാണ്. അപ്പോൾ ഇത് ഞാൻ എങ്ങനെ കുട്ടികളുടെ അടുത്ത് പഠിപ്പിക്കാനായിട്ടാണ് താല്പര്യം കാണിക്കുന്നത്? ആർക്കും ഒന്ന് പറഞ്ഞു അടുത്തിരിക്കുന്നവരോടൊന്ന് സംസാരിക്കും. ഞാൻ ഇന്നതുപോലെ പഠിപ്പിക്കും. 2 മിനിറ്റേ ഉള്ളൂ കേട്ടോ. നിങ്ങൾ വീട്ടിലാവുമ്പോൾ 2 മണിക്കൂർ എടുത്ത് ആലോചിച്ചോ. എല്ലാവരും ഒന്ന് സംസാരിക്കണേ. എല്ലാവരും ഒന്ന് ക്ലാസ്സിൽ വർത്താനം പറഞ്ഞുകൊണ്ടിരുന്നേ, മിണ്ടായിരിക്കാതെ. ഒരു 30 സെക്കൻഡ്സ് കൂടെ ഉള്ളേ. നിങ്ങൾക്ക് സമയമെടുത്ത് ചെയ്യേണ്ട കാര്യമെന്ന് അറിയാം, പക്ഷെ ഇപ്പോൾ സമയക്കുറവ് കൊണ്ട് ഇത്രേ തരുന്നുള്ളൂ. ഓക്കെ, നമുക്കിത് പ്രിപ്പയർ ചെയ്യാനായിട്ട് ധാരാളം സമയം വേണം. എന്നാലും ആലോചിച്ച് ഐഡിയ ഉണ്ടാക്കാനായിട്ട് കുറച്ച് സമയം മതിയല്ലോ. നമുക്ക് ജസ്റ്റ് ഒന്ന് കേട്ടു നോക്കാം. പഠിപ്പിക്കാനായിട്ട് ആഗ്രഹിക്കുന്നത് പേര് പറയണം. ഓരോ ചാപ്റ്റേഴ്സിനകത്തും കുറച്ച് പോയിന്റ്സ് ഇല്ല, ഇത് മാത്രം പൗലോസ്ലീഹയുടെ മിഷനറി യാത്രയാണ് നാളെ പഠിപ്പിക്കേണ്ടത്. അതും എങ്ങനെ പഠിപ്പിക്കാനായിട്ട് പറ്റുമെന്ന് പറഞ്ഞാൽ ചരിത്ര പുസ്തകങ്ങൾ വായിച്ച് മനസ്സിലാക്കിയിട്ട് അതിനകത്തുള്ള തന്നെയല്ലല്ലോ കണ്ടന്റ് മുഴുവനും.
എന്തെല്ലാം ടൂൾസ് അതിനകത്ത് ഉപയോഗിക്കാനായിട്ട് ആഗ്രഹിക്കും? മിഷണറി യാത്രയെ പറ്റി നമ്മുടെ പുസ്തകത്തിനകത്തുള്ളത് മാത്രമല്ലാതെ ആ ചരിത്രം നേരത്തെ വായിച്ചു. ഓക്കെ, ചരിത്രങ്ങൾ നമ്മൾ നേരത്തെ വായിച്ച് അതിൻ്റെ ഒരു പോയിന്റ്സ് എടുക്കണമെന്നാണ് പറയുന്നത്. പൗലോസിന്റെ മിഷണറി യാത്രയിൽ പൗലോസിന്റെ നേരിട്ട അനുഭവങ്ങൾ അല്ലെങ്കിൽ വിശുദ്ധ വേദപുസ്തകം തന്നെ വായിച്ചാൽ മതി. അതിൻ്റെ അകത്ത് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളിൽ നിന്ന് നമുക്ക് കുഞ്ഞുങ്ങളെ എങ്ങനെ അത് കൺവിൻസ് ചെയ്യിക്കാൻ പറ്റുമെന്ന് നമ്മൾ ആദ്യം ഒന്ന് അതെങ്ങനെ പറ്റുമെന്ന് അങ്ങനെ ഒരു ഐഡിയ വല്ലതും മനസ്സിൽ വന്നോ? എന്തോ ഐഡിയ വല്ലതും മനസ്സിൽ വന്നോ? അത് നമ്മൾ വായിച്ചെടുക്കുന്ന രീതി എന്നിട്ട് പിന്നെ ആലോചിക്കും, പിന്നെ പറയാം. ഓക്കെ ഓക്കെ. അത് കഴിഞ്ഞ് അതിനകത്ത് പറയുന്ന ഓരോ കൊട്ടേഷൻസ് ഉണ്ടല്ലോ ബൈബിളിൽ, അത് നമ്മൾ വായിച്ച് ആ കുഞ്ഞുങ്ങളെ അത് വായിച്ച് കേൾപ്പിക്കുക. ഓക്കെ, കൊട്ടേഷൻസ്. ഓക്കെ. വേറെ ആരെങ്കിലും? അയ്യോ, മൊബൈലിൽ ചോദിക്കുവാണോ? യേശുവിന് എന്താണ്, അതല്ലാത്ത പാട്ട് എന്താണ്, അവിടെ എങ്ങനെ, അതിനെപ്പറ്റി വീടായിട്ടുള്ള ഒരു ഐഡിയ വേണം. എന്നിട്ട് പ്രേക്ഷിത പ്രവർത്തനത്തെ പറ്റി ഡീപ്പായിട്ട് നമ്മൾ പഠിക്കും. ഓക്കെ. ആർക്കെങ്കിലും വേറെ? ആദ്യം നമ്മൾ നമ്മുടെ സൺഡേ സ്കൂൾ ടെക്സ്റ്റ് യൂസ് ചെയ്തിട്ട് അതിനെക്കുറിച്ചുള്ള ബേസിക് ഇൻഫർമേഷൻസ് മനസ്സിലാക്കാം. പിന്നെ ബൈബിൾ യൂസ് ചെയ്യാം. അതുപോലെ തന്നെ കുട്ടികൾക്ക് കൂടുതൽ റീജിയൻസ് മനസ്സിലാക്കാനായിട്ട് നമുക്ക് വേണമെങ്കിൽ മാപ്പ് യൂസ് ചെയ്യാം. അതുപോലെ കുറച്ചുകൂടെ ടെക്നോളജി യൂസ് ചെയ്ത് ആ ഒരു റീജിയൻ ഒക്കെ കുട്ടികൾക്ക് മനസ്സിലാവുകയാണെങ്കിൽ കുറച്ചുകൂടെ അവർക്ക് ഓർമ്മ നിൽക്കാനും. ഓക്കെ ഓക്കെ ഓക്കെ. അങ്ങനെ കത്തുകൾ മാപ്പ് നല്ലൊരു ഗുണം ചെയ്യും. കാരണം ആ സ്ഥലങ്ങളുടെ ഒരു റൂട്ട് മാപ്പൊക്കെ ഒന്ന് മനസ്സിലാക്കാൻ, ഈ സ്ഥലങ്ങളുടെ പേര് കാണാപ്പാടം പഠിക്കാൻ പ്രയാസമായിരിക്കും. റൂട്ട് മാപ്പൊക്കെ ഒന്ന് കാണിച്ച് ഓക്കെ, അത് ചെയ്യാം. നമുക്ക് മണിക്കൂറാണ് നമ്മൾ തലേദിവസം സ്പെൻഡ് ചെയ്യേണ്ടത്. ഞാൻ പഠിപ്പിക്കുകയാണെങ്കിൽ ഞാൻ തലയാഴ്ച തന്നെ പറയും അടുത്ത ആഴ്ചയിൽ ഇന്നതാണ് പഠിപ്പിക്കാൻ പോകുന്നത്. 2 സ്റ്റുഡൻസിന് ഞാൻ ഈ മാപ്പ് ഉണ്ടാക്കാനായിട്ട് അവർക്ക് കൊടുക്കും. അവരോട് പറയും നിങ്ങളൊരു മാപ്പ് ഉണ്ടാക്കിക്കൊണ്ട് വരണം. ഓക്കെ, അതുമായിട്ടുള്ള കാര്യങ്ങളെല്ലാം അവർ വേണം പറഞ്ഞു കൊടുക്കാനായിട്ട്. ആ പോകുന്ന സ്ഥലങ്ങളിലെല്ലാം ഇപ്പം എവിടെയുണ്ട്, ആ സ്ഥലങ്ങളുടെ ഇപ്പോഴത്തെ പേരെന്താണ്, അതെല്ലാം. ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്നത് നമ്മൾ ആദ്യത്തെ 10 മിനിറ്റ് കഴിഞ്ഞാൽ പൗലോസ് എന്നുള്ള പേര് അവർ എവിടെയെല്ലാം കേട്ടിട്ടുണ്ടെന്നുള്ളത് ചോദിച്ചായിരിക്കും. അവർക്ക് എന്തുമാത്രം അറിയാം കാര്യങ്ങൾ, അവിടുന്ന് വേണം നമ്മൾ തുടങ്ങാനായിട്ട്. അത് പൗലോസ്ലീഹയുടെ പാട്ട് മുതലായിരിക്കും, അല്ലെങ്കിൽ വായനകളായിരിക്കാം. അങ്ങനെ അറിയാവുന്ന കാര്യങ്ങളെല്ലാം അവരിൽ പറഞ്ഞ് ഈ മിഷൻ്റെ ഇമ്പോർട്ടൻസ്, പോയ സ്ഥലങ്ങൾ, ഫേസ് ചെയ്ത ചലഞ്ചസ് അല്ലെങ്കിൽ അഡ്വാൻറ്റേജസ്, അങ്ങനെയുള്ള ഓരോ കാര്യങ്ങളും നേരത്തെ തന്നെ അവർക്ക് ഒരു ഡിസ്കഷന് കൊടുത്തിട്ട് അവരെ കൊണ്ട് പറയിപ്പിച്ചിട്ട് അതിന് എന്തെങ്കിലും വീഡിയോസ് ഉണ്ടെങ്കിൽ അതും കാണിക്കാം, അല്ലെങ്കിൽ പറഞ്ഞ പോലെ മാപ്പ് കാണിക്കാം, വോക്ക് ചെയ്യാനായിട്ടുള്ളത് കൊടുക്കാം. ഏറ്റവും അവസാനം ഒരു കുഞ്ഞ് 10 ചോദ്യം അതിനകത്ത് നിന്നുണ്ടാവും. ഓക്കെ, എന്നുവെച്ചാൽ എങ്ങനെ ഈ കാര്യം ഡെലിവർ ചെയ്യാൻ പറ്റും എന്നുള്ളത് നമ്മൾ വെൽ പ്ലാൻഡായിട്ട് വേണം പോകാനായിട്ട്. ഞാൻ അവസാനിപ്പിക്കാൻ പോവുകയാണ്, ഇല്ലെങ്കിൽ സാർ എന്നെ ഇപ്പം നിർത്താൻ പറയും. നമ്മുടെ സൺഡേ സ്കൂളിനെ കുറിച്ചുള്ള ഞാൻ ഇന്ന് പറഞ്ഞത്, സൺഡേ സ്കൂളിൻ്റെ ലക്ഷ്യം എന്താണെന്നുള്ളത് നമുക്ക് പൂർണ്ണ ബോധ്യം ഉണ്ടാവണം. ഓരോ ക്ലാസ്സും പഠിപ്പിക്കുമ്പോൾ അതിൽ നിൻ്റെ ആ ഓരോ ക്ലാസ്സിൻ്റെയും ലക്ഷ്യം എന്താണെന്നുള്ളത് ബോധ്യം ഉണ്ടാവണം. സൺഡേ സ്കൂളിലെ ഒരു നല്ല അധ്യാപകനാണോ അധ്യാപികയാണോ ഞാൻ, എന്തൊക്കെ ക്വാളിറ്റീസ് ആണെന്ന് നമുക്ക് എഴുതി വെക്കാം, ലിസ്റ്റ് ഔട്ട് ചെയ്യാം. ആ ക്വാളിറ്റീസ് എനിക്ക് എന്തുമാത്രം ഉണ്ട് എന്നുള്ളതിനെക്കുറിച്ച് ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ആലോചിച്ചുകൊണ്ടിരിക്കണം. ഒരു നല്ല വിദ്യാർത്ഥിയായിട്ട് തന്നെ നമ്മൾ റിമെയിൻ ചെയ്യണം. ക്ലാസ്സിൽ ഡെലിവർ ചെയ്യാനായിട്ട് ഭംഗിയുള്ള നല്ല ടൂൾസ് നമ്മളത് ആലോചിച്ച് തന്നെ ചെയ്യണം, എന്നാലേ ക്ലാസ്സുകൾ ഭംഗിയാവുള്ളൂ. പിന്നെ നമ്മുടെ സൺഡേ സ്കൂള് പള്ളിയിൽ ആരാധന കഴിഞ്ഞാൽ ഏറ്റവും ഇമ്പോർട്ടൻസ് വേണ്ടത്, അച്ഛനങ്ങ് എഴുന്നേറ്റ് പോയി, അല്ലെങ്കിൽ അച്ഛനോട് കേട്ടന്, സൺഡേ സ്കൂളിനാണ്. പള്ളിയിൽ ആരാധന കഴിഞ്ഞാൽ സൺഡേ സ്കൂളിനാണ് ഏറ്റവും ഇമ്പോർട്ടൻസ് വേണ്ടത്. അത് എല്ലാ ദിവസവും സൺഡേ സ്കൂളിനെ കുറിച്ചുള്ള എന്തെങ്കിലും കാര്യങ്ങൾ നമ്മുടെ അനൗൺസ്മെൻറ്റിലൊക്കെ ഉണ്ടാവണം. കുട്ടികളെ പ്രോത്സാഹിപ്പിക്കാനായിട്ടുള്ള ഒരു ചെറിയ അവസരം പോലും നമ്മൾ കളയരുത്. അത് ഇടവകയിൽ പൊതുവായിട്ടും, അത് സെക്യുലർ നേട്ടങ്ങളാവട്ടെ സൺഡേ സ്കൂളിലെ നേട്ടങ്ങളാവട്ടെ, അതെല്ലാം പറഞ്ഞ് അനുമോദിക്കണം കുട്ടികളെ. അത് അച്ഛനെ കമ്പൽ ചെയ്തുകൊണ്ടിരിക്കണം. ഇത് ചെയ്തേ മതിയാവൂ, ഇറ്റ് ഈസ് ദ റിക്വയർമെൻറ്റ് ഓഫ് ചേർച്ച്. ഇല്ല നാളെ പള്ളിക്കകത്ത് ആളുണ്ടാവില്ല. അത് നമ്മൾ പറഞ്ഞ് മനസ്സിലാക്കണം. ഓക്കെ, സൺഡേ സ്കൂള് നമ്മളിപ്പോഴും പറയാറുള്ളതാണ്, ഇതുവരെ ചെയ്തിട്ടില്ല. കഴിഞ്ഞ ദിവസം പറഞ്ഞപ്പോൾ അവിടെ ചില അധ്യാപകർ പറഞ്ഞു ഞങ്ങൾ ചെയ്യും. ഒരു സൺഡേ സ്കൂൾ കോർണർ ഉണ്ടാവണം നമ്മുടെ പള്ളിയിൽ. നമ്മുടെ കുട്ടികളുടെ അവരുടെ കഴിവുകളും ഒക്കെ
പ്രദർശിപ്പിക്കാനായിട്ടുള്ള സൺഡേ സ്കൂളിൻ്റെ ആക്ടിവിറ്റീസിനെ വിളിച്ചു പറയാനായിട്ടുള്ള ഒരു കോർണർ ഉണ്ടാവണം. അവിടെ അച്ഛനെ കൊണ്ട് വിളിച്ചു പറയിപ്പിക്കണം. അവിടെ എല്ലാവരും വന്നൊന്ന് നോക്കണം. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഓരോ പ്രോഗ്രാംസ് ഈ സൺഡേ സ്കൂളിൻ്റെ ഭാഗമായിട്ട് നടക്കുന്നതെല്ലാം ഈ സൺഡേ സ്കൂൾ കോർണറിൽ അതിൻ്റെ ഒരു ഡിസ്പ്ലേ വേണം. ഒരു ലൈവായിട്ട് തന്നെ ഈ സൺഡേ സ്കൂളിനെ നമ്മൾ നിർത്തണം. നിങ്ങൾക്ക് സാധിക്കുന്നുണ്ടെങ്കിൽ ചെറിയ ന്യൂസ് ലെറ്ററൊക്കെ സ്റ്റാർട്ട് ചെയ്യുക. സൺഡേ സ്കൂളിൻ്റെ ഫേസ്ബുക്ക് ഉണ്ടോ? സൺഡേ സ്കൂളിന് നിങ്ങളുടെ സൺഡേ സ്കൂളിന് ഫേസ്ബുക്ക് ഉണ്ടോ? ഒരെണ്ണം സ്റ്റാർട്ട് ചെയ്യേ. വാട്സപ്പ് അല്ലെന്നേ, നിങ്ങളൊരു ഫേസ്ബുക്ക് തന്നെ സ്റ്റാർട്ട് ചെയ്യേ. ഇനി വാട്സപ്പ് എങ്കിലും ഉണ്ടെങ്കിൽ അത്രയും നല്ലത്. എന്നിട്ട് കുട്ടികളുടെ ക്രിയേറ്റിവിറ്റി ഒക്കെ അതിനകത്തൂടെ പോട്ടെ എന്ന് പറഞ്ഞാൽ മാതാപിതാക്കൾക്കും ബോധ്യം വരണം, നമ്മുടെ കുട്ടികൾ സൺഡേ സ്കൂളിൽ ചെന്ന് കഴിഞ്ഞാൽ പ്രയോജനമുണ്ട്, ഈ അവരെക്കുറിച്ച് നന്മ പറയാനായിട്ട് നമുക്ക് സാധിക്കും. ഇത് ചിലപ്പോൾ പേരൻസ് തന്നെ അതിശയപ്പെടും, ഇതൊക്കെ എൻ്റെ പിള്ളേർ തന്നെ ചെയ്തതാണോ എന്നൊക്കെ അവർ അതിശയിപ്പിക്കുന്ന രീതിയിൽ ഉള്ള കഴിവുകൾ അവർക്ക് കാണിക്കാനായിട്ട് പറ്റും. അപ്പോൾ നിങ്ങളൊരു ചെറിയ ഒരു ഫേസ്ബുക്ക് ഇതൊക്കെ തുടങ്ങി നമ്മുടെ ഇടവകയിലെ ആൾക്കാർ തന്നെ എല്ലാം കാണട്ടെ. അച്ഛനില്ലാഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞതാണ്, എല്ലാ ആഴ്ചയിലും സൺഡേ സ്കൂളിനെ കുറിച്ചുള്ള ഒരു അനൗൺസ്മെൻറ്റ് നമ്മുടെ പള്ളിയിൽ ഉണ്ടാവണം, എല്ലാ ആഴ്ചയിലും ഉണ്ടാവണം. ഒരു കുട്ടിയെങ്കിലും നമ്മൾ വിളിച്ചു നിർത്തി അവർ അനുമോദിക്കാനായിട്ടുള്ള സാഹചര്യം ക്രിയേറ്റ് ചെയ്യണം. അപ്പോൾ ഇതെല്ലാം സൺഡേ സ്കൂളിൻ്റെ പ്രാധാന്യം ഇടവകയിൽ ഉണ്ട് എന്നുള്ളത് എല്ലാവർക്കും ബോധ്യമാകുന്ന ഒരു കാര്യമാണ്. സൺഡേ സ്കൂളിൻ്റെ എല്ലാ പ്രവർത്തനങ്ങളിലും എല്ലാ മാതാപിതാക്കളെയും ഉൾപ്പെടുത്തണം. ഇപ്പോൾ ഇന്നാണെങ്കിൽ ഇവിടെ കുറച്ച് മാതാപിതാക്കളൊക്കെ വന്നു. സൺഡേ സ്കൂളിൽ ഇന്ന കാര്യങ്ങളുണ്ട്, അതിന് മറ്റ് മാതാപിതാക്കളെ നമ്മൾ വിളിച്ചുകൊണ്ട് വരണം. നമ്മുടെ യൂണിറ്റിൽ എന്തുമാത്രം ആൾക്കാരുണ്ട്, അതായത് ഓരോ മേഖലകളിൽ വർക്ക് ചെയ്യുന്ന ആളുകളുടെ ഒരു ലിസ്റ്റ് നിങ്ങൾ ടീച്ചേഴ്സ് ഉണ്ടാക്കണം. എത്ര ഡോക്ടേഴ്സ്, എത്ര നഴ്സസ്, എത്ര അഡ്വക്കേറ്റ്സ്, എത്ര എഞ്ചിനീയേഴ്സ്, എത്ര ടീച്ചേഴ്സ്, അങ്ങനെ എത്ര നല്ല കൃഷിക്കാർ, ഇവരെയൊക്കെ ഓരോരോ ദിവസം വന്ന് ഒരു 5 മിനിറ്റ് വീതം കുട്ടികളുമായിട്ട് സംവദിക്കാൻ പറയണം. നല്ല കൃഷിക്കാരും വന്ന് അവരെ കൊണ്ടും പറയിപ്പിക്കണം. ആ ഒരു ബന്ധം ഇടവകയിലെ എല്ലാ ആളുകളുമായിട്ടും സൺഡേ സ്കൂൾ പ്രസ്ഥാനത്തിനുണ്ടാവണം. ഓക്കെ, എന്ന് വെച്ചാൽ റിസോഴ്സസ് നമ്മുടെ ഇടവകയിലുണ്ട്. അപ്പം സൺഡേ സ്കൂളിന് അതില്ല ഇതില്ല എന്നൊന്നും പിന്നെ നമുക്ക് പറയേണ്ടി വരില്ല. എല്ലാം ഈ ആളുകൾ തന്നെ നമ്മളോട് ചോദിച്ചോളൂ എന്താ വേണ്ടത്, നമുക്ക് ചെയ്യാമെന്ന് അവർ തന്നെ ഇങ്ങോട്ട് പറയും. അപ്പോൾ ആ രീതിയിലേക്ക് നമ്മുടെ സൺഡേ സ്കൂളിനെ പൊതുവിൻ്റെ ഒരു പ്രസ്ഥാനമാക്കണം. സാധാരണ രീതിയിൽ ആരെങ്കിലും പുറത്തുനിന്ന് വന്നു കഴിഞ്ഞാൽ നമ്മളകത്ത് കയറ്റുമോ? സൺഡേ സ്കൂളുകാരകത്ത് കയറ്റുമോ? കയറ്റത്തില്ല. അതൊക്കെ ഞങ്ങൾ നോക്കിക്കോളാം, ഇവിടുത്തെ കാര്യങ്ങൾ നിങ്ങളാരും ഇടപെടണ്ടെന്നേ പറയുള്ളൂ. തിരിച്ചൊന്ന് പ്ലേറ്റ് ഒന്ന് തിരിച്ചു നോക്കി, ഒന്ന് കയറിയോ കുട്ടികളായിട്ട് ഒരു 5 മിനിറ്റ് ഒന്ന് സംസാരിച്ചിട്ടൊന്ന് പോകാനായിട്ട് നിങ്ങളുടെ പള്ളിയിലുള്ളൊരു എഞ്ചിനീയറുമായിട്ടൊന്ന് പറഞ്ഞേ, നിങ്ങളുടെ നോളജ് ഈ കുട്ടികൾക്ക് ആവശ്യമാണെന്ന് പറഞ്ഞു നോക്കിയേ. ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കിയോ. ഓക്കെ, എന്നിട്ട് പറ. ഇനി അല്ലെങ്കിൽ ഞാൻ ഇത് ഒരിടത്തും പോയി പറയത്തില്ല ഇത് മോശമാണെന്നുണ്ടെങ്കിൽ. ഓക്കെ, ഇതെല്ലാം ടെസ്റ്റഡ് ആൻഡ് പ്രൂവ്ഡ് ആണ്. അപ്പോൾ ആ രീതിയിൽ നമുക്ക് നമ്മുടെ സൺഡേ സ്കൂളിനെ വേറെ ഒരു ലെവലിലേക്ക് നമുക്ക് കൊണ്ടുപോകാം. സമയക്കുറവുകൊണ്ട് നിർത്തുന്നു. എന്നെ ഇന്നത്തെ ഈ സെഷനിലേക്ക് ക്ഷണിച്ച നമ്മുടെ പ്രിയപ്പെട്ട സാബു സാറിനും മറ്റെല്ലാ ഭാരവാഹികൾക്കും പ്രത്യേകം നന്ദി. ഉറങ്ങാതിരുന്ന് ഇത്രയും നേരം നിങ്ങൾ ഇതിൽ പങ്കെടുത്തതിൽ നിങ്ങളോട് ഉള്ള എല്ലാ നന്ദിയും അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. ദൈവതിരുനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. നാം ഏവരും വളരെ മനോഹരമായ ഒരു ക്ലാസ്സിലായിരുന്നു. അത് നമുക്ക് വളരെ പ്രയോജനം ചെയ്തു. പ്രിയപ്പെട്ടവരെ, എനിക്ക് ഒരു കാര്യം മാത്രമേ പറയാനുള്ളൂ. നമ്മുടെ ഈ അധ്യാപകരെന്ന് പറയുന്നവർക്ക് ഒരു പ്രത്യേക സംഗതിയുണ്ട്. എന്നാന്ന് ചോദിച്ചാൽ നമ്മുടെ മുമ്പിൽ വരുന്നവരെല്ലാം കുട്ടികളാണെന്നുള്ള ഒരു ചിന്ത, അത് നമ്മൾ ഒന്ന് മനസ്സിലാക്കണം. ഞാനൊരു അനുഭവം പറയുകയാണ്. നമ്മുടെ ദേവലോകത്ത് ഒരു പ്രഗത്ഭനായ ഒരു അധ്യാപകനുണ്ടായിരുന്നു. അദ്ദേഹം ജനറൽ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു. അന്നേരം ആരോ ഒരാൾ എന്ന് പറഞ്ഞു, ഈ അരമനയുടെ മുകളിൽ നമ്മുടെ ഒരു കുരിശുണ്ട്, അത് ഏറ്റവും ഹൈറ്റിലാണ്. അപ്പോൾ ആ കുരിശിൻ്റെ അവിടെ ഏതോ ഒരുത്തൻ പോയി അവിടെ നിൽപ്പുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഈ സാറ് അവിടെ നിന്നുകൊണ്ടങ്ങ് ഭയങ്കരമായിട്ട് ഷൗട്ട് ചെയ്തു. കുറേ എണ്ണത്തിനെ ഇറക്കി വിട്ടിട്ടുണ്ട്. ഈ ഒന്നും മനസ്സിലാക്കാതെ ഇങ്ങനെ വന്നിരിക്കുകയാണ്. ഇവനെയൊക്കെ എന്തിനാണ് ഇങ്ങനെ പറഞ്ഞു വിട്ടിരിക്കുന്നത്, അതിൻ്റെ മുകളിൽ കയറി നിൽക്കുകയാണ് എന്നും പറഞ്ഞ് ഭയങ്കരമായിട്ട് ഷൗട്ട് ചെയ്ത് വലിയ ബഹളം ഉണ്ടാക്കി. ഞാൻ അവനെ പിടിച്ചുകൊണ്ട് വരാം എന്നും പറഞ്ഞ് പ്രിയപ്പെട്ടവരെ അദ്ദേഹം ആ കുരിശിൻ്റെ അവിടം വരെ ചെന്ന് നോക്കിയപ്പോൾ പുള്ളിയുടെ മകനായിരുന്നു, സാറിൻ്റെ മോനായിരുന്നത്.
അപ്പം പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ ഇതുപോലെയുള്ള അനുഭവങ്ങൾ വരാൻ വളരെ സാധ്യതയുണ്ട്. അതുകൊണ്ട് നമ്മൾ അധ്യാപകർ കുറച്ച് കുഞ്ഞുങ്ങളോടൊക്കെ ഈ എല്ലാം ലോകത്തിൽ കുസൃതിയും പ്രയാസവും ഒക്കെ ഉണ്ടാകും. അതുപോലെ മറ്റൊരു കാര്യം ഞാൻ പറയുകയാണ്, നമ്മൾ അക്കാഡമിക് സൈഡിനൊക്കെ വളരെ പ്രാധാന്യം കൊടുക്കുന്നുണ്ട്. പക്ഷേ നമ്മുടെ മുമ്പിൽ ഈ ബൈബിളിന് വേണ്ടത്ര ഒരു പ്രാധാന്യം നമ്മൾ കൊടുക്കുന്നില്ല എന്നുള്ളൊരു സത്യമാണ്. നമ്മൾ ഓർക്കും നമ്മുടെ പിള്ളേരെല്ലാം ബൈബിളിൽ വളരെ വിദഗ്ധരാണ്, എല്ലാം അറിഞ്ഞ ആൾക്കാരാണ്. വാസ്തവത്തിൽ നമ്മൾ ഇന്ന് ക്രിസ്തീയ സമുദായത്തിൽ ബൈബിൾ അറിയാൻ മേലാത്ത 3 കൂട്ടർ, ഒന്ന് കത്തോലിക്കരും, ഒന്ന് ഓർത്തഡോക്സുകാരും, ഒന്ന് യാക്കോബക്കാരുമാണ്. ഞാൻ ഈ സെമിനാറിൽ ഒരു വർഷം കൗൺസിലിംഗ് പിടിക്കാൻ പോയി. എൻ്റെ വൈഫും ഉണ്ടായിരുന്നു. തിരിച്ചു വന്നു കഴിഞ്ഞപ്പോൾ നമ്മുടെ പരിമലയിൽ ടീനേജേഴ്സിനൊരു ക്ലാസ് എടുക്കണമെന്നും പറഞ്ഞ് പോയതാണ്. അവിടെ ചെന്ന് ക്ലാസ് എടുത്തപ്പോൾ ഗ്രൂപ്പായിട്ട് തിരിച്ചു കഴിഞ്ഞപ്പോൾ ഒരു ഗ്രൂപ്പിൽ ഞാൻ പോയി. അപ്പം പെട്ടെന്ന് ബൈബിൾ എടുക്കുന്നവരുടെ ഒരു പ്രൈസ് കൊടുക്കാനായിട്ട് പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്ക് നഹൂം പ്രവചനം 2-ാം അധ്യായത്തിൻ്റെ 2-ാം വാക്യം എടുക്കാൻ പറഞ്ഞു. നമ്മുടെ പിള്ളേർ തപ്പിയിട്ടും നഹൂം പ്രവചനം കാണുന്നില്ല. ഒരു മിടുക്കൻ എഴുന്നേറ്റ് പറയാം, സാറേ നഹൂം നഹിഹേ. ഇതാണ് നമ്മുടെ അനുഭവം. അതുകൊണ്ട് നമ്മൾ ഈ ബൈബിൾ കുറേ കൂടെ ആഴമായിട്ട് കുഞ്ഞുങ്ങൾക്ക് പഠിക്കുവാനുള്ളൊരു അവസരം ഉണ്ടാകണം. എൻ്റെ ചെറുപ്പത്തിലൊക്കെ ഞങ്ങൾ സൺഡേ സ്കൂൾ പഠിച്ചപ്പോൾ ഒരു പുസ്തകത്തിൻ്റെ അകത്തെന്ന് പറഞ്ഞാൽ തുടങ്ങുന്നത് ആദാമും ഹവ്വായും കായേനും ഹാബേലും ഓരോ ചാപ്റ്ററാണ്. പിന്നെ നോഹ, അത് കഴിഞ്ഞിട്ട് അബ്രഹാം, ഇസഹാക്ക്, യാക്കോബ്, ഇതെല്ലാം ഓരോ ചാപ്റ്ററുകളാണ്. ഇത് ഒരു 6-ാം ക്ലാസ് 7-ാം ക്ലാസ് ആകുമ്പോഴത്തേന് ബൈബിളിൻ്റെ ഈ പഴയ നിയമം മുഴുവൻ പഠിക്കുമായിരുന്നു. പിന്നീട് പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ കർത്താവിൻ്റെ ജീവചരിത്രം മുഴുവൻ വന്ന് ആ വെളിപ്പാട് വരെ പഠിക്കുമ്പം ബൈബിളിൻ്റെ ഔട്ട്ലൈൻ മുഴുവൻ നമ്മൾ പഠിക്കുവാനായിട്ടുള്ള സാഹചര്യം ഉണ്ടായിരുന്നു. ഇന്നത്തെ കാലത്ത് ആ സാഹചര്യങ്ങൾ മറ്റ് അക്കാഡമിക് സൈഡിലേക്ക് മാറിപ്പോയിരിക്കുകയാണ്. ഇതെല്ലാം നമ്മൾ ശ്രദ്ധിച്ചുകൊണ്ട് മുമ്പോട്ട് പോകണം. നമുക്ക് വളരെ മനോഹരമായ ക്ലാസ് എടുത്ത നമ്മുടെ ഐപ്പോറി സാറിന് നിങ്ങളെല്ലാവരുടെയും പേരിന് നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. നമസ്കാരം നിർവഹിക്കുകയാണ്. അതിനുശേഷം ഫോട്ടോ സെഷൻ പെട്ടെന്ന് നടത്തും. അതിനുശേഷം അന്നേരത്തിന് നമ്മൾ ഊണ് റെഡിയായിരിക്കും. അപ്പോൾ അങ്ങനെയാണ് പ്രോഗ്രാം ചോക്കൗട്ട് ചെയ്തിരിക്കുന്നത്. എല്ലാവരും സഹകരിക്കുക. ദൈവമേ, നീ പരിശുദ്ധനാവുന്നു. ഞങ്ങളുടെ കർത്താവേ, ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമേ, നിനക്ക് സ്തുതി. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, ഞങ്ങൾക്ക് ആവശ്യമുള്ള പിന്നെ ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കാഠിന്യം ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ ഇടങ്ങളും പാപങ്ങളോട് ക്ഷമിക്കണമേ. പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുതേ, പിന്നെയോ മൗത്വം ഞങ്ങളെ രക്ഷകൊള്ളണമേ. അതുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മൗത്വം നീക്ക് നിനക്കുള്ളതാവുന്നു. ആമേൻ. കൃപ നിറഞ്ഞ മറിയമേ, നിനക്ക് സമാധാനം. എൻ്റെ വയറ്റിലെ ഫലമായ നമ്മുടെ കർത്താവേ, യേശുമിശിഹാ വാഴ്ത്തപ്പെട്ടവനാവുന്നു. ശുദ്ധകന്യേ മർത്തമറിയമേ, തമ്പുരാൻ്റെ അമ്മേ, മോശ ചമച്ചോര പേടക ദൃഷ്ടാന്തം മറിയാമേ ശ്ലോമോ ജീവജലത്തിൻ മുൻകുറിയാം. ഐശായൻ ദാവീദുക്തം സ്ഥിരമാപുരമേ ശ്ലോമോ നിൻ ഉദരത്തിൻ ഉദയം ബാറയ്ക്കുമോ ബോല ബോല ബറൂവൽ റൂഹോ കാദീശോ സ്ലീബായേന്തി. മെൻവോലം വാദാമൽ വോലം മൊൽ
നാഥാ നിന്നെയും രക്തവുമേറ്റോരാ മൃതരെ സിദ്ധർക്കായി പണ്ടേ സജ്ജീകൃതമാകും പന്തിക്കൻ ബോടിരുത്തണമേ. നിൻ ശരണേ മരണം പൂണ്ടോ നിന്നെ ഏറ്റോരാമവരെ ഏൽക്കണമേ. താതെങ്കൽ നീയും മുറിയോറാകേൻ ജനനി പരിശുദ്ധ പ്രാർത്ഥനയാൽ നാഥ പുണ്യം ഞങ്ങൾക്കും വിഗതർക്കും നൽകാം. പരിശുദ്ധ സ്ലീഹാനിബിസഗതന്മാരെ യാചിപ്പിൻ കൃപയെ ഞങ്ങൾക്കായി നിങ്ങൾ. സുസ്മൃതി ജനനിക്കും വിശ്രുതി സിദ്ധർക്കും ജീവൻ വിഗതർക്കും ചേർപ്പോനേ സ്തോത്രം. പ്രാർത്ഥനയാൽ നാഥാ പുണ്യം ഞങ്ങൾക്കും വിഗത. സർവശക്തിയുള്ള പിതാവായി ആകാശത്തിൻ്റെയും ഭൂമിയുടെയും ദൈവത്തിൻ്റെ ഏകപുത്രനും സകലവും താൻ മുഖാന്തരമായി നിർമ്മിച്ചവനും മനുഷ്യരായും നമുക്കും നമ്മുടെ രക്ഷയ്ക്കും വേണ്ടി തിരുമനസ്സേ പ്രകാരം സ്വർഗത്തിൽ നിന്നിറങ്ങി വിശുദ്ധ റൂഹായാൽ ദൈവമാതാവായ കന്യകമറിയാമിൽ നിന്ന് ശരീരിയായി തീർന്നു മനുഷ്യനായി. പൊന്തിയോസ് പിലാത്തോസിന്റെ ദിവസങ്ങളിൽ നമുക്ക് വേണ്ടി കുരിശിൽ തറയ്ക്കപ്പെട്ടു, കഷ്ടനുഭവിച്ചു, മരിച്ചു, അടക്കപ്പെട്ടു. മൂന്നാം ദിവസം ഉയർത്തെഴുന്നേറ്റു, സ്വർഗത്തിലേക്ക് കയറി തൻ്റെ പിതാവിനോട് ദഭാവത്തിരുന്നവനും ജീവനുള്ളവരെയും മരിച്ചവരെയും വിധിപ്പാൻ തൻ്റെ വലിയ മൗത്തോടെ ഇനിയും പരിപാലിരിക്കുന്നവനും തൻ്റെ രാജ്യത്തിന് അവസാനമില്ലാത്തവനുമായ യേശുമിശിഹായ കർത്താവിന് ഞങ്ങൾ സകലത്തെയും ജീവിപ്പിക്കുന്ന കർത്താവും നബിയന്മാരും സ്ലിഹന്മാരും മുഖാൻ സംസാരിച്ചവനുമായ ജീവനും വിശുദ്ധിയുമുള്ള റൂഹായിലും കാതോലികം സ്ലൈഹികവുമായ ഏകവിശ്വസഭയിലും ഞങ്ങൾ പാപമോചനത്തിനും മാമോദീസ മരിച്ചവരുടെ ഉയർപ്പിനും വരുവാനിരിക്കുന്ന ലോകത്തിലെ പ്രതിജീവനുമായി ഞങ്ങൾ നോക്കി പാർക്കുന്നു. അമീൻ ബാറക്കുമോ സ്തോമൻ കാലോസ് പ്രിയേലായിസോ ഭക്തർ പുകഴ്ച ഭാജനമേ. നിർത്തിയിടരുതേ മാതാവേ, ഒരുപോലിങ്ങും മാർത്തോമാ ശ്ലീഹ പരിശുദ്ധന്മാരെ നിങ്ങൾ ശുചിയുടെ ശുദ്ധ്യാപസ്കുദിശ സ്പർശിച്ചുള്ള പാദങ്ങൾ കുക്കുധ്യാന ദ്വാരങ്ങൾ ശരണത്താലേ നിൻ കൃപയിൽ സ്ലീബാവെന്നു വെല്ലുന്നു പിതാവാം ദൈവത്തിൻ്റെ സ്നേഹമേകജാതനായ പുത്രൻ്റെ കൃപയും
പരിപൂർണനാക്കുന്ന പരിശുദ്ധ റുഹായുടെ സംബന്ധവും സഹവാസവും ഇന്നിവിടെ നിർവഹിക്കപ്പെട്ടതായിരിക്കുന്ന കോട്ടയം സെൻട്രൽ ഭദ്രാസന അധ്യാപക യോഗത്തോടുകൂടെയും പ്രത്യേകിച്ച് ഈ സൺഡേ സ്കൂളിൻ്റെ പ്ലാറ്റിനം ജൂബിലി ആഘോഷങ്ങളോടുകൂടെയും ഇതിന് നേതൃത്വം നൽകിയവരോട് ഇതിൽ വന്ന് സംബന്ധിച്ച എല്ലാ പ്രിയപ്പെട്ടവരോടുകൂടെയും അല്പവും അധികമായി ഇതിനു വേണ്ടി കഷ്ടപ്പെട്ട എല്ലാവരുടെ കൂടെയും ഇപ്പോഴും എപ്പോഴും എന്നും എന്നേക്കും ഉണ്ടായിരിക്കുമാറാകണമേ. ആമേൻ.